എന്താണ് പാവങ്ങൾ ആവിഷ്കരിച്ച ജീവിതത്തിൻ്റെ പേര്? കേസരി ബാലകൃഷ്ണപിള്ള ഒറ്റ വാക്കിൽ പറയും, ഏഴ ജീവിതം. ഏറ്റവും കീഴ്ത്തട്ടിലുള്ള കേസരി ഉണ്ടാക്കിയ വാക്കാണ് ഏഴ ജീവിതം. ഏഴകൾ, ദരിദ്രർ, നിസ്സഹായർ, സമ്പൂർണമായി പരിത്യജിക്കപ്പെട്ടവർ, ഉപേക്ഷിക്കപ്പെട്ടവർ, പെറുക്കികൾ, അവരുടെ ജീവിതമാണ് വാസ്തവത്തിൽ പാവങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത്. 25-ൽ ആ നോവൽ വരുന്ന സമയത്ത് കേരളത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം കഴിഞ്ഞിരിക്കുന്നു. പതിയെ പതിയെ കർഷക പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെടാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വരുന്നു. 30കളിൽ ഈ നോവൽ മലയാളത്തിൽ പ്രവർത്തിക്കുന്നത് വാസ്തവത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ബോധ രൂപീകരണത്തോടൊപ്പമാണ്. രാഷ്ട്രീയ ബോധ രൂപീകരണം. അതുകൊണ്ട് കേരളത്തിലെ സോഷ്യലിസ്റ്റ് സെൻസിബിലിറ്റിയെ ഒരു അനുഭവ മൂല്യം എന്ന നിലയ്ക്ക് മനുഷ്യർ വായിച്ചെടുത്ത പുസ്തകം കൂടിയാണ് വാസ്തവത്തിൽ പാവങ്ങൾ എന്നത്. പിന്നെ അദ്ദേഹം എഴുതും, മനുഷ്യൻ അജ്ഞനും നിരാശനുമായി എവിടെയുണ്ടോ, ഭക്ഷണത്തിന് വേണ്ടി സ്ത്രീകൾ എവിടെ വിൽക്കപ്പെടുന്നുണ്ടോ, അറിവിനായുള്ള പുസ്തകവും തണുപ്പകറ്റാനുള്ള നെരിപ്പോടും കിട്ടാതെ കുട്ടികൾ എവിടെയെല്ലാം കഷ്ടപ്പെടുന്നുണ്ടോ, അവിടെയെല്ലാം പാവങ്ങളെന്ന പുസ്തകം വാതിൽക്കൽ മുട്ടി വിളിച്ച് പറയും, എനിക്ക് വാതിൽ തുറന്നു തരിക, ഞാൻ വന്നത് നിങ്ങളെ കാണാനാണ്. വാസ്തവത്തിൽ ഇതൊരു നോവലിൻ്റെ മെസ്സേജല്ല. 19-ാം നൂറ്റാണ്ടിനെ നയിച്ച അടിസ്ഥാന മൂല്യം നാം മാനവികത എന്നോ ഹ്യൂമനിസ്റ്റ് ആദർശമെന്നോ ജ്ഞാനോദയം എന്നോ ഒക്കെ വിളിക്കുന്ന ആ ഒരു വലിയ അനുഭവ ഘടനയെ ആകമാനം സംഗ്രഹിച്ച വാക്യങ്ങളാണ്. എത്രത്തോളം കാലം ദാരിദ്ര്യമുണ്ടോ, എത്രത്തോളം കാലം ഭക്ഷണത്തിന് വേണ്ടി സ്വശരീരം വിൽക്കേണ്ടി വരുന്ന സ്ത്രീകൾ ജീവിക്കുന്നുണ്ടോ, എത്രത്തോളം കാലം പുസ്തകങ്ങളില്ലാതെയും തണുപ്പകറ്റാനുള്ള കമ്പിളിപ്പതുപ്പില്ലാതെയും കുട്ടികൾ ഇങ്ങനെ അനാഥരായി ജീവിക്കുന്നുണ്ടോ, അവിടെയൊക്കെ ഈ പുസ്തകം ചെന്ന് വാതുക്കൽ മുട്ടി വിളിക്കും, ഞാൻ വന്നത് നിങ്ങളെ കാണാനാണ്. അതൊരു പുസ്തകത്തിൻ്റെ വരവല്ല, മറിച്ച് മാനുഷികതയെക്കുറിച്ച് ആ കാലഘട്ടം ഉണ്ടാക്കിയ പുതിയ ബോധ്യത്തിൻ്റെ വരവാണ്. അങ്ങനെ ഒരു വരവായിരുന്നു എന്നതുകൊണ്ടാണ് രചനാപരമായി ധാരാളം ദൗർബല്യങ്ങൾ ഉണ്ടെങ്കിലും യോസ തന്നെ പറയുന്നൊരു വാക്യം, ഷേക്സ്പിയർക്ക് ശേഷം 5 ഭൂഖണ്ഡങ്ങളെയും കൂട്ടിയിണക്കിയ ഒറ്റ പുസ്തകമേ ഉള്ളൂ, അത് പാവങ്ങളാണ് എന്ന് പറയും. 19-ാം നൂറ്റാണ്ടിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിലും ഒക്കെ എഴുതപ്പെട്ട ചുരുക്കം ചില നോവലുകളുണ്ട്. അവയൊക്കെ രൂപപ്പെടുത്തിയ ഭൂചക്രവാളത്തെ മുഴുവൻ മാറ്റിക്കൊണ്ടാണ് വാസ്തവത്തിൽ പാവങ്ങൾ എന്ന കൃതി മലയാളത്തിലേക്ക് വന്നത്. പാവങ്ങളുടെ യൂറോപ്യൻ ചരിത്രവും മലയാള ചരിത്രവും തമ്മിൽ അടിസ്ഥാനപരമായ ചില വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. യൂറോപ്പിൽ അത് ഇറങ്ങിയ കാലത്ത് തന്നെ അതൊരു യൂറോപ്പിൻ്റെ സാഹിത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവങ്ങളിലൊന്നായിരുന്നു പാവങ്ങളുടെ പ്രസാധനം. 1862 ഏപ്രിൽ 3-ാം തീയതിയാണ് പാരീസിൽ പാവങ്ങളുടെ ആദ്യ 3 വോള്യങ്ങൾ പുറത്തു വന്നത്. മെയ് 15-ന് അവശേഷിക്കുന്ന 2 വോള്യങ്ങളും. ലോക നോവലിൻ്റെ ചരിത്രത്തിൽ അതുവരെ നൽകപ്പെട്ട ഏറ്റവും വലിയ പ്രതിഫലത്തുകയാണ് പാവങ്ങളുടെ രചനയ്ക്ക് വേണ്ടി ഹ്യൂഗോവിന് അതിൻ്റെ പ്രസാധകർ കൊടുത്തത്. 3,20,000 ഫ്രാങ്കോ മറ്റോ അന്ന് അദ്ദേഹത്തിന് കൊടുക്കേണ്ടായി. അതേക്കുറിച്ച് ഞാൻ ഒരിടത്ത് വായിച്ചത്, ഫ്രാൻസിലെ അന്നത്തെ ഏറ്റവും മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ, സിവിൽ സർവൻസിൻ്റെ 120 പേരുടെ 1 വർഷത്തെ ശമ്പളത്തേക്കാൾ കൂടിയ തുകയായിരുന്നു അദ്ദേഹത്തിന് ഈ നോവലിൻ്റെ റോയൽറ്റി ആയിട്ട് കൊടുത്തതെന്നാണ്. മാത്രമല്ല ബെല്ലോസ് പിന്നെ പറയുന്നുണ്ട്, ഇന്നിപ്പോൾ ഈ നോവല് ഒരു ഒറ്റയ്ക്കൊരു നോവലൊന്നുമല്ല, പാവങ്ങളൊരു നോവൽ എന്നതിനപ്പുറം പാവങ്ങൾ ഒരു വലിയ പാരമ്പര്യമായി. 1862 തന്നെ അതിന് ഇംഗ്ലീഷിൽ വിവർത്തനം വന്നു, 63-ൽ വിവർത്തനം വന്നു, 77-ൽ വിവർത്തനം വന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബെല്ല ഡൊണാഖർ എന്ന് പറയുന്ന ഒരാളുടെ വിവർത്തനം 2013-ൽ വന്നു. അത് 8ാമത്തെ വിവർത്തനമൊക്കെയാണ്. നോക്കൂ, ഒരു നോവൽ ഇങ്ങനെ പിന്നെയും 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 ആളുകൾ വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ ആദ്യത്തെ വിവർത്തകൻ ചെയ്തൊരു കാര്യം, ഫ്രാൻസും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ കഥ കൂടി അതിനകത്തുണ്ട്. നെപ്പോളിയൻ്റെ പരാജയത്തിൻ്റെ കഥ ഒക്കെ അതിലുണ്ട്.
യൂഗോ അത് എഴുതിയിട്ടുള്ളത് ഒരു ഫ്രഞ്ച് പക്ഷത്ത് നിന്നുകൊണ്ടാണ്, ഫ്രാൻസിൻ്റെ ഒരു മഹത്വത്തെ മുൻനിർത്തുന്ന പക്ഷത്ത് നിന്നുകൊണ്ടാണ് യൂഗോ നോവൽ എഴുതിയിട്ടുള്ളത്. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ട്രാൻസ്ലേറ്റർ പക്ഷെ അതൊരു ഇംഗ്ലീഷ് പക്ഷപാതമുള്ള കൃതിയാക്കി മാറ്റിക്കൊണ്ടാണ് എഴുതിയത്. അങ്ങനെയൊക്കെ ഇതിൻ്റെ വിവർത്തനത്തിന് തന്നെ ധാരാളം ചരിത്രമുണ്ട്. അതെല്ലാം നിൽക്കെ തന്നെ ഇത് തുടരുന്നു. ഇപ്പോൾ 5 സിനിമാ രൂപങ്ങൾ പാവങ്ങൾ എന്ന നോവലിന് ഇതിനകം ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവും. 1937 മറ്റാണ് ആദ്യത്തെ അഡാപ്റ്റേഷൻ ആ നോവലിനുണ്ടാകുന്നത്. അത് 1980 വരെയായിട്ട് 5 അഡാപ്റ്റേഷൻ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകും. ഞാൻ പറഞ്ഞു വന്ന് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കിയാൽ കഥകളായിട്ട് അല്ലെങ്കിൽ ചിത്രീകരണങ്ങളായിട്ട് അല്ലെങ്കിൽ പാഠപുസ്തകങ്ങളിൽ അധ്യായങ്ങളായിട്ട് ഒക്കെ ലോകത്ത് കഴിഞ്ഞ 150 കൊല്ലത്തിനിടയിൽ പാവങ്ങൾ ചെന്ന് കയറി പ്രവർത്തിക്കാത്ത ഇടങ്ങളില്ല എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. അത്രയും വ്യാപ്തി ആ നോവലിന് കൈവന്നിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അതിന് ഒരുപക്ഷെ യൂഗോ പറയുന്നൊരു മനോഹരമായ വിശദീകരണമുണ്ട്. യൂഗോയുടെ ഈ നോവലിൻ്റെ ആദ്യ വിവർത്തനങ്ങളിൽ ഒന്ന് വന്നത് ഇറ്റാലിയൻ ഭാഷയിലാണ്. ഇറ്റാലിയിലെ പ്രസാധകൻ എഴുതിയ കത്തിൽ ഇതെല്ലാ രാജ്യക്കാരും വായിക്കുമോ എന്ന ഒരു സംശയം അക്കാലത്ത് ഉന്നയിക്കപ്പെടുകയുണ്ടായി. നിങ്ങൾക്കറിയാമല്ലോ, ലോകത്തെഴുതപ്പെട്ട ഏറ്റവും ബൃഹത്തായ നോവലുകളിലൊന്നാണ് പാവങ്ങൾ. 6,55,000-ലധികം വാക്കുകൾ ഫ്രഞ്ച് ഭാഷയിൽ തന്നെ ഉള്ള ഒരു കൃതിയാണ്. അതിൽ തന്നെ ഓർക്കേണ്ട കാര്യം, അതിലേതാണ്ട് 3000-ഓളം പുറങ്ങളാണ് ഫ്രഞ്ച് പതിപ്പിലുള്ളത്. അതിൽ 1000-ഓളം പുറങ്ങൾ വാസ്തവത്തിൽ കഥയുമായി നേരിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വിവരണങ്ങളാണ്. 14 അധ്യായങ്ങൾ വാട്ടർലൂ യുദ്ധത്തെക്കുറിച്ച് മാത്രമാണ്. പിന്നെ പാരീസിലെ അഴുക്കുചാലുകളെക്കുറിച്ച്, അന്നത്തെ ദാരിദ്ര്യത്തെക്കുറിച്ച്, അടിമത്തത്തെക്കുറിച്ച് ഒക്കെ യൂഗോ നിരന്തരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ വളരെ രസമുള്ള ഒരു കാര്യം ഈ യോസ പറയുന്നുണ്ട്. മറ്റു പഠനങ്ങളിലൊന്നും ഞാനത് കണ്ടിട്ടില്ല. യോസ ഒരു നോവലിസ്റ്റ് കൂടി ആയതുകൊണ്ട് യോസ പറയുന്നുണ്ട്, സാധാരണ നിലയിൽ ഒരു നോവലിനെ പരാജയപ്പെടുത്താൻ പോകുന്ന 2 ഘടകങ്ങൾ യൂഗോയുടെ പാവങ്ങളിലുണ്ട്. അതൊന്ന് സംഭവങ്ങളുടെ പെരുപ്പമാണ്. 1000കണക്കിന് സംഭവങ്ങൾ ഈ നോവലിൽ ഇങ്ങനെ ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് കടന്നു പോകുന്നുണ്ട്. രണ്ടാമത്തത് ദീർഘങ്ങളായ പ്രഭാഷണങ്ങളാണ്. യൂഗോവിൻ്റെ എല്ലാ കഥാപാത്രങ്ങളും ഏറിയും കുറഞ്ഞും പ്രസംഗിച്ചുകൊണ്ടിരിക്കും. പ്രസംഗിക്കുന്നതൊക്കെ യൂഗോ തന്നെയാണ്. അത് ഫ്ലോബേർ പറയുന്നുണ്ട്. എല്ലാവരും സംസാരിക്കുന്നുണ്ട്, നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ എല്ലാവരും ഒരുപോലെയാണ് സംസാരിക്കുന്നത് എന്നത് ഫ്ലോബേർ ഈ യൂഗോവിൻ്റെ നോവൽ രചനയിൽ ഒരു ദൗർബല്യമായിട്ട് പറയുന്നുണ്ട്. അത് ശരിയാണ് കേട്ടോ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലിസ്റ്റായിട്ട് സി വി രാമപിള്ള മാറിയത് ഈ ഒരു ബലം കൊണ്ടാണ്. സി വിയുടെ ഒരു കഥാപാത്രം പോലും വേറൊരു കഥാപാത്രത്തെ പോലെയല്ല. പ്രകൃതത്തിൽ മാത്രമല്ല, പേരിൽ പോലും നിങ്ങൾക്ക് പെരിഞ്ചക്കോടൻ എന്ന പേര് കണ്ടുപിടിക്കാൻ പറ്റില്ല. ചൊക്രാൻ ഡൂണ്ടിയ, ചന്ദ്രക്കാരൻ, ഉഗ്രഹരി പഞ്ചാനനൻ, വെറുതെ സി വിയുടെ ഒരു പേരെടുത്താൽ മതി, എന്താ കഥാപാത്രം എന്ന് ആ പേരുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും. ഓരോ കഥാപാത്രവും ഓരോ പേരാണ്, ഓരോ പ്രകൃതമാണ്, ഓരോ ഭാഷണവുമാണ്. വെറുതെ കൃഷ്ണപിള്ള പേരിട്ടതല്ല, പ്രതിപാത്രം ഭാഷണഭേദം. ഓരോ കഥാപാത്രവും ഓരോ ഭാഷയിൽ സംസാരിക്കുന്നത് സി വിയുടെ നോവൽ പ്രപഞ്ചത്തിൽ നമുക്ക് കാണാൻ പറ്റും. സി വിയെക്കുറിച്ച് മലയാളത്തിലുണ്ടായ ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ, ഇയാളൊരു രാജഭക്തനായതുകൊണ്ട് വായിക്കേണ്ടതില്ല എന്ന് നമ്മുടെ ആളുകളൊക്കെ കൂടി തീരുമാനിച്ചുകൊണ്ട് മലയാള ഭാഷയിൽ ഏറ്റവും മെച്ചപ്പെട്ട നോവല് 99% മലയാളികളും വായിച്ചില്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം. പിന്നെ പാൽപ്പായസം പോലെ വായിക്കാവുന്നൊരു പുസ്തകമല്ല കേട്ടോ സി വിയുടെ. നമ്മളിപ്പോൾ നോവൽ വായിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ബസ്സിൽ കയറി പുറപ്പെടുമ്പോൾ വായിച്ചു തുടങ്ങും, ബസ് അവസാനിക്കുമ്പോൾ നോവലും തീരും നമ്മളും തീരുന്നുള്ള മട്ടിലാണ് നോവലുകളുടെ ഒരു പോക്ക്. സി വി അങ്ങനെയൊന്നുമല്ല. സി വിയെ വായിക്കാൻ തന്നെ നമ്മൾ പരിശീലിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞ വലിയ നോവലിസ്റ്റുകളാണ്. അതിൽ സി വിയുടെ ഗുണമായി പറഞ്ഞ കാര്യം വാസ്തവത്തിൽ പാവങ്ങളിലില്ല. ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സും ഒരേ ടോണിൽ സംസാരിക്കുന്നു, ഒരേ ഭാഷാരൂപത്തിൽ സംസാരിക്കുന്നു. കാരണം അതിലൊന്നും വാസ്തവത്തിൽ കഥാപാത്രങ്ങളല്ല ഉള്ളത്, യൂഗാണുള്ളത്. ഫ്ലോബേർ ഈ യൂഗോയെക്കുറിച്ച് പറയുന്നുണ്ട്. യൂഗോയുടെ നോവല് പിറക്കുന്നതിനും 5 കൊല്ലം മുമ്പ് ആദ്യത്തെ മോഡേൺ നോവൽ പിറന്നിരുന്നു, ഈ ഫ്ലോബേറിൻ്റെ മദാം ബോവറി. എന്താണ് മോഡേൺ നോവലും ക്ലാസിക്കൽ നോവലും തമ്മിലുള്ള വ്യത്യാസം? യോസ പറയുന്നത് ക്ലാസിക്കൽ നോവലിൽ ഓതറുണ്ട്, മോഡേൺ നോവലിൽ നരേറ്ററാണുള്ളത്.
ക്ലാസിക്കൽ നോവലിൽ കഥാപാത്രങ്ങൾ എന്ത് സംസാരിക്കണം, കഥാപാത്രങ്ങൾ എങ്ങനെ ചലിക്കണം, കഥ എങ്ങനെ മുമ്പോട്ട് പോകണം എല്ലാം തീരുമാനിക്കുന്ന ഒരു എഴുത്തുകാരൻ നോവലിൻ്റെ പുറയിലുണ്ട്. മറിച്ച് നരേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്വാതന്ത്ര്യമൊന്നുമില്ല. കഥാപാത്രങ്ങളെ ആഖ്യാനത്തിനുള്ളിൽ വിന്യസിച്ച് ആഖ്യാനത്തിൻ്റെ ശേഷിക്കും ആഖ്യാനത്തിൻ്റെ കോണുകൾക്കും വളവുകൾക്കും ഒടിവുകൾക്കും അനുസരിച്ച് കഥാപാത്രങ്ങളെ ചലിപ്പിക്കുക എന്നതിനപ്പുറം സർവാധികാരിയായ ദൈവത്തിൻ്റെ പദവി ഈ നരേറ്റർക്കില്ല. ഓതർക്കതുണ്ട്. ഈ ഓതറിൽ നിന്ന് നരേറ്ററിലേക്കുള്ള മാറ്റമാണ് ക്ലാസിക്കൽ നോവലിൽ നിന്ന് മോഡേൺ നോവലിലേക്കുള്ള ഷിഫ്റ്റിൻ്റെ കേന്ദ്രം എന്ന് യോസ പറയുന്നുണ്ട്. ആ ഷിഫ്റ്റ് സംഭവിച്ചത് ഈ പറയുന്ന ഫ്ലോബേറിൻ്റെ മദാം ബോവറിയിലാണ്. അതും കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് വാസ്തവത്തിൽ യൂഗോയുടെ പാവങ്ങൾ വന്നത്. പാവങ്ങൾ ക്ലാസിക്കൽ നോവലിലെ അവസാനത്തെ നോവലാണെന്ന് യോസ പറയുന്നുണ്ട്. അങ്ങനെ പരാജയപ്പെടാൻ എല്ലാ അർഹതയുമുള്ളൊരു കൃതിയാണ്. ദീർഘങ്ങളായ പ്രസംഗങ്ങൾ, ഒരേ ഭാഷയിലുള്ള പ്രസംഗങ്ങൾ, ആയിരക്കണക്കായ സംഭവങ്ങൾ, ഇതെല്ലാം ഒരു നോവലിൻ്റെ കെട്ടുറപ്പിനെ ദുർബലപ്പെടുത്തുമെങ്കിലും പാവങ്ങൾ പരാജയപ്പെട്ടില്ല. എന്ന് മാത്രമല്ല, അതിനേക്കാൾ മെച്ചപ്പെട്ട രചനാപരമായി മെച്ചപ്പെട്ട കൃതികളെയും അതിജീവിച്ചുകൊണ്ട് പാവങ്ങൾ നിലനിന്നു. എന്തുകൊണ്ട് എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഇവിടെയാണ് പാവങ്ങൾ എന്ന കൃതിയുടെ അടിസ്ഥാനപരമായ ഒരു ഘടനയെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ പി കെ ബാലകൃഷ്ണൻ നോവലിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു നോവൽ എങ്ങനെയാണ് മഹത്തായ നോവലാകുന്നത്. മലയാളത്തിലെ വലിയ നോവൽ ചിന്തകരിലൊരാളാണ് പി കെ ബാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ നോവൽ സിദ്ധിയും സാധനയും എന്ന പഠനം വായിച്ചാൽ അദ്ദേഹം 3 നോവലിസ്റ്റുകളെയാണ് സവിശേഷമായി എടുത്ത് പഠിക്കുന്നത്. ഒന്ന് ഡെസ്റ്റോവ്സ്കിയാണ്, ഡെസ്റ്റോവ്സ്കിയുടെ കാരമസോവാണ്. 2 താരാശങ്കർ ബാനർജിയുടെ ആരോഗ്യനികേതനമാണ്. 3 അസാധാരണമായ ഒരു നോവലാണ് അദ്ദേഹം മൂന്നാമതായിട്ട് എടുക്കുന്നത്, ജെയിൻ ഓസ്റ്റിൻ്റെ പ്രൈഡ് ആൻഡ് പ്രിജുഡൈസ് എന്ന കൃതിയാണ്. മറ്റേ 2 പേരെയും തിരഞ്ഞെടുക്കൽ താരതമ്യേന എളുപ്പമാണ്. ജെയിൻ ഓസ്റ്റിനെ തിരഞ്ഞെടുക്കണമെങ്കിൽ നിങ്ങൾ അത്ര നല്ല സൂക്ഷ്മബോധമുള്ള ഒരു വായനക്കാരനോ വായനക്കാരിയായിരിക്കണം. കാരണം ജെയിൻ ഓസ്റ്റിൻ നമ്മെ പ്രലോഭിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും നിലയിൽ മലയാളിയുടെ വായനാബോധത്തെ വലിയ തോതിലൊന്നും സ്വാധീനിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരിയല്ല. മലയാളത്തിൽ ജെയിൻ ഓസ്റ്റിൻ അങ്ങനെ കാര്യമായ വിവർത്തനവും വന്നിട്ടില്ല. ബാലകൃഷ്ണൻ അത് പറയുന്നുണ്ട്. ഇത് എപ്പോഴെങ്കിലും മലയാളത്തിൽ വന്നേക്കെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ബാലകൃഷ്ണൻ്റെ ഒരു സൂക്ഷ്മബോധം നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. അവിടെ ബാലകൃഷ്ണൻ പറയുന്ന ഒരു നോവൽ എങ്ങനെയാണ് മഹത്തായ നോവലാകുന്നത്. അദ്ദേഹം പറയുന്ന നോവലിന് 3 പ്രതലങ്ങളുണ്ടാവും. ഒന്ന്, എല്ലാ നോവലുകളും ഒരു കഥ പറയും. മനുഷ്യരെ ആ നോവലിലേക്ക് ചേർത്ത് നിർത്തുന്ന ഒരു കഥ. ആ കഥ നോവലിൽ അത്ര പ്രധാനപ്പെട്ട കാര്യമല്ല എന്നാണ് പല നോവൽ ചിന്തകന്മാരും പറയുന്നത്. ഇ എം ഫോസ്റ്റർ എന്ന് പറയുന്ന നോവൽ ചിന്തകന്മാരിൽ പ്രധാനപ്പെട്ട ഒരാൾ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആസ്പെക്ട്സ് ഓഫ് നോവലിൽ അദ്ദേഹം പറയുന്നത്, നാശം ഒരു കഥ കൂടി വേണം എന്നാണ്. ഒരു കഥയും കൂടി വേണം പറയാൻ. ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇനി ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് കെട്ടാനായിട്ട് ഒരു കഥയും കൂടി വേണം. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇപ്പം നമ്മുടെ പല നോവലിലും കഥ മാത്രമേ ഉള്ളൂ. നമ്മുടെ പല നോവൽ വായിച്ചാൽ ആകെ കഥ മാത്രമേ ഉള്ളൂ. കഥ നോവലിലെ ഏറ്റവും മോൾത്തട്ടിലുള്ള, ഏറ്റവും ഉപരിതലത്തിൽ ആളുകളെ അതിലേക്ക് കൂട്ടിക്കെട്ടുന്ന ഒരു പ്രാഥമിക ഘടകമാണ് എന്ന് ബാലകൃഷ്ണൻ്റെ മാത്രമല്ല കേട്ടോ, കേസരിയൊക്കെ പറയുന്നുണ്ട്. യോസ ഇതേ ആശയം മറ്റൊരു രൂപത്തിൽ പറയുന്നുണ്ട്. രണ്ടാമത്തെ പ്രതലം എന്ന് പറയുന്നത്, ഈ കഥയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കഥാപാത്രങ്ങൾ അവർ കാലത്തിലൂടെ മുന്നോട്ടും പിന്നോട്ടും സഞ്ചരിച്ച് കഥയെ കഥാപാത്രങ്ങളുടെ ജീവിതം എന്നതിനപ്പുറം അവരുൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിൻ്റെ വിശാല ചരിത്രമാക്കി മാറ്റുന്നു. ഒരു കഥാപാത്രമായിട്ട് നിൽക്കുകയല്ല, അത് കാലത്തിലൂടെ പിന്നോട്ട് പോകുന്നു, കാലത്തിലൂടെ മുന്നോട്ടും പോകുന്നു. അങ്ങനെ മുന്നോട്ടും പിന്നോട്ടുമുള്ള കാലസഞ്ചാരത്തിലൂടെ കഥയിലെ കഥാപാത്രങ്ങൾ സാമൂഹ്യ ചരിത്രത്തിൻ്റെ വിശാല ഭൂമികയിലേക്ക് കടക്കുകയും നോവൽ എന്നത് ഒരു പേഴ്സണൽ സ്റ്റോറി എന്നതിൽ നിന്ന് ഒരു സോഷ്യൽ ഹിസ്റ്ററി എന്നതിലേക്ക് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് നോവലിൻ്റെ രണ്ടാമത്തെ പടവ് എന്ന് ബാലകൃഷ്ണൻ പറയും. നല്ല നോവലുകൾ ഈ ആദ്യത്തെ പടവിൽ നിന്ന് രണ്ടാമത്തെ പടവിലേക്ക് നിശ്ചയമായിട്ടും വളരും. ആദ്യത്തെ പടവിൽ അവസാനിച്ചു പോകുന്ന നോവലുകളുണ്ട്. സാധാരണ കുറ്റാന്വേഷണ നോവലുകൾ അങ്ങനെയാണ്, മാന്ത്രിക കഥകൾ അങ്ങനെയാണ്,
പൊതുവെ പറഞ്ഞാൽ കുട്ടികൾക്കുള്ള ബാലസാഹിത്യ കൃതികളൊക്കെ ഈ കഥയുടെ തലത്തിൽ തുടങ്ങി കഥയുടെ തലത്തിൽ തന്നെ അവസാനിക്കുന്നതാണ്. അത് തെറ്റൊന്നുമല്ല, പക്ഷെ അതൊരു പ്രാഥമിക തലമാണ്. നോവലിൻ്റെ ദൗത്യം കുറെ കൂടി വലുതാണ്. അതൊരു സോഷ്യൽ ഹിസ്റ്ററിയാണ്. ഇപ്പോൾ ബെൽസാക്കിനെ കുറിച്ച് മാർക്സ് പറഞ്ഞൊരു വാക്യം 1818 മുതൽ 1848 വരെ ഉള്ള ഫ്രാൻസിൻ്റെ ചരിത്രം അക്കാലത്തെ ഏത് ചരിത്ര പുസ്തകങ്ങൾ നൽകുന്നതിനേക്കാളും സമഗ്രമായി ആവിഷ്കരിച്ചത് ബെൽസാക്കിൻ്റെ നോവലുകളാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് ഇതുകൊണ്ടാണ് ഈ കാലത്തിലൂടെ പിന്നോട്ടും മുന്നോട്ടും സഞ്ചരിച്ച് ഒരു കഥാപാത്രം തന്നെ ഒരു വിശാല ഭൂപടമായിട്ട് മാറും. കഥാപാത്രം ഒറ്റക്കൊരാളല്ല, ഒരു കാലത്തിൻ്റെ മുഴുവൻ ഭൂപടവും അയാളിൽ സന്നിഹിതമാകുന്നത് വലിയ നോവലുകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പം നിങ്ങൾ സുന്ദരികളും സുന്ദരന്മാരും എന്നുള്ളതിലെ വിശ്വത്തെ നോക്കിയാൽ, അല്ലെങ്കിൽ ഉമ്മാച്ചൂല കഥാപാത്രങ്ങൾ നോക്കിയാൽ, തകഴിയുടെ കഥാപാത്രങ്ങൾ നോക്കിയാൽ കാലഭൂപടങ്ങൾ എന്ന് വിളിക്കാം. ഇങ്ങനെ കാലഭൂപടങ്ങളായി വികസിച്ചു വരുന്ന കഥാപാത്രങ്ങളും അവരുൾപ്പെട്ടു നിൽക്കുന്ന ഒരു കഥാലോകവുമായി മാറുന്നു എന്നുള്ളതാണ് നോവലിൻ്റെ രണ്ടാമത്തെ തലം. മൂന്നാമത്തെ ഒരു തലം എന്ന് പറയുന്നത് അസാധാരണമായ ഒന്നാണ്. അത് മനുഷ്യാവസ്ഥയെ കുറിക്കുന്ന ചില മൗലിക ചോദ്യങ്ങൾ ഉന്നയിക്കാൻ നോവൽ ശ്രമിക്കുന്നു എന്നിടത്താണ്. മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള ചില ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് ഓഫ് എക്സിസ്റ്റൻസ് എന്ന് പറയാം. മനുഷ്യാസ്തിത്വത്തെ സംബന്ധിക്കുന്ന അടിസ്ഥാന ചോദ്യങ്ങൾ. എന്താണ് ജീവിതം? എന്താണ് മരണം? എന്താണ് പ്രപഞ്ചം? എന്താണ് ദൈവം? എന്താണ് മരണം? ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലേക്ക് പോവുകയും ഒരുപക്ഷെ നമുക്കൊരു കാലത്തും അന്തിമമായ ഉത്തരത്തിലേക്കോ തീർപ്പിലേക്കോ എത്തിച്ചേരാൻ കഴിയാത്ത സന്നിഗ്ധതകളുടെ ഒരു പ്രതലത്തിലേക്ക്, ആധികളുടെ ഒരു പ്രതലത്തിലേക്ക്, മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള നിത്യമായ സമസ്യകളിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ കഴിയുന്നു എന്നതാണ് നോവലിൻ്റെ മൂന്നാമത്തെ പ്രതലം എന്ന് അദ്ദേഹം പറയുന്നു. 2 പ്രതലങ്ങളുള്ള നോവലുകൾ നല്ല നോവലുകളാണ്. മൂന്നാമത്തെ പ്രതലം കൂടിയുള്ള നോവലാണ് മഹത്തായ നോവൽ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒബ്സർവേഷൻ. നിങ്ങളിപ്പോൾ ആരോഗ്യനികേതനം വായിച്ചാൽ അതിൻ്റെ പ്രത്യക്ഷത്തിലൊരു കഥയുണ്ട്. അത് ജീവൻ മശായി എന്ന് പറയുന്ന ഒരു ചികിത്സകൻ്റെ ഒക്കെ കഥയാണ്. പിന്നെ ആ കാലത്തിൻ്റെ കഥയുണ്ട്. മോഡേൺ മെഡിസിനും പ്രാചീന വൈദ്യവും തമ്മിലുള്ള സംഘർഷവും അതുറങ്ങേറുന്ന സാമൂഹ്യ ഭൂമികയും നമുക്കതിൽ നിന്ന് മനസ്സിലാവും. അതിനും അപ്പുറം ഒരു ചുവട് വച്ചാൽ തിങ്കളകേശിനിയായ മരണം എന്ന് പറയുന്ന വലിയൊരു സമസ്യ നമ്മെ വന്ന് തൊടാൻ തുടങ്ങും. അത് മറ്റൊരു പ്രതലാണ്. അത് ആ കാലത്തിൻ്റെ പ്രശ്നമല്ല, അത് ആ സമൂഹ സന്ദർഭത്തിൻ്റെ പ്രശ്നമല്ല, അത് ആ കഥാപാത്രങ്ങളിൽ തുടങ്ങി ആ കഥാപാത്രങ്ങളിൽ അവസാനിക്കുന്ന പ്രശ്നമല്ല. അത് മനുഷ്യനുള്ളിടത്തോളം കാലം നമ്മെ അലട്ടാൻ കെൽപ്പുള്ള പ്രശ്നങ്ങളാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് നോവൽ മഹത്തായ നോവലായി തീരുന്നത് എന്ന് ബാലകൃഷ്ണനും യോസയും കേസരി ബാലകൃഷ്ണനുള്ളവയൊക്കെ പല രൂപത്തിൽ പറയുന്നുണ്ട്. പാവങ്ങളെ കേസരിപ്പെടുത്തിയത് അങ്ങനെ ഒരു ഗണത്തിലാണ്. അദ്ദേഹം ഗ്രേറ്റ് ആർട്ടെന്നും ഗുഡ് ആർട്ടെന്നും വാൾട്ടർ പേറ്റർ മുൻനിർത്തി നോവലുകളെ തിരിച്ചിട്ട് ഗ്രേറ്റ് ആർട്ട്, മഹത്തായ കല എന്നതിൻ്റെ മാതൃകയായി 3-4 കൃതികളെക്കുറിച്ച് പറയുന്നുണ്ട്. അത്ഭുതം തോന്നുന്ന ഒരു കാറ്റഗറൈസേഷനാണ് കേസരി നടത്തുന്നത്. മഹത്തായ കലയുടെ പട്ടികയിൽ അദ്ദേഹം പെടുത്തുന്നത് 1 ബൈബിളാണ്, 2 മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ് ആണ്, 3 ഗൊയ്ഥയുടെ ഫൗസ്റ്റ് ആണ്, 4 ഡാന്റെയുടെ ഡിവൈൻ കോമഡിയാണ്, 4 ഈ പറയുന്ന പാവങ്ങളാണ്. എന്തുകൊണ്ട് പാവങ്ങൾ? ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നത്തിലേക്ക് നോക്കിയാൽ പാവങ്ങളൊരു സ്നേഹപ്രവാഹത്തിൻ്റെ കഥയാണ്. പാവങ്ങളിൽ അഗാധമായൊരു സ്നേഹം പ്രവർത്തിക്കുന്നുണ്ട്. ആ കഥയുടെ തുടക്കത്തിൽ നിങ്ങൾക്ക് ഡിയിലെ മെത്രാനെ കാണാം. ഡിയിലെ മെത്രാനിൽ നിന്ന് ജിൻവാൽജീനിലേക്ക് പ്രവഹിക്കുന്ന ഒരു സ്നേഹമുണ്ട്. ജിൻവാൽജീനെ പോലീസ് ഓഫീസർ പിടികൂടുന്നു. ആ പോലീസ് ഓഫീസർ ജിൻവാൽജീനെയും കൊണ്ട് മെത്രാൻ്റെ അടുത്ത് വരുന്നു. ഇയാൾ നിങ്ങളുടെ വെള്ളിപ്പാത്രങ്ങൾ മോഷ്ടിച്ച ആളാണ് എന്ന് പറയുന്നു. അപ്പോൾ ജിൻവാൽജീനെ മുൻനിർത്തി മെത്രാൻ പറയും, അത് മോഷ്ടിച്ചതല്ല, ഞാൻ കൊടുത്തതാണ് എന്ന് പറയും. പോലീസ് ഓഫീസർ ആശ്ചര്യത്തോടെ ആ ഉത്തരം കേട്ട് നിങ്ങൾക്ക് ഇയാളെ അറിയുമോ എന്ന് ചോദിക്കും. അറിയും എന്ന് മെത്രാൻ പറയും. ആരാണ് ഇയാൾ എന്ന ചോദ്യത്തിന് ചരിത്രത്തിലെ വലിയൊരു ഉത്തരം വരുന്നു, എൻ്റെ സഹോദരൻ എന്നൊരു ഉത്തരം വരുന്നു. സാഹോദര്യം എന്ന വാക്കിന് 19-ാം നൂറ്റാണ്ടിൽ കിട്ടിയ ഏറ്റവും മിഴിവുറ്റ പ്രകാശനം ആ വാക്യമാണ്, എൻ്റെ സഹോദരൻ എന്നാണ്. പോലീസ് ഓഫീസർ പോകുന്നു. ജിൻവാൽജീൻ അവിടെ കിടക്കുന്നു.
ജീൻവാൽജീൻ അവിടെ രാത്രി തങ്ങിയിട്ട് അയാൾ പിറ്റേന്ന് അവിടെ നിന്ന് രാത്രി പോകുന്ന സമയത്ത് വീണ്ടും അയാൾ ചില പാത്രങ്ങളുമായിട്ട് തന്നെ പോകുന്നുണ്ട്. ഈ ജീൻവാൽജീനോട് ബിഷപ്പ് പറയുന്നൊരു വാക്യമുണ്ട്. പോലീസ് ഓഫീസറൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ആ പാത്രങ്ങൾ എടുത്തതിന് പകരം ഇനി അങ്ങോട്ട് സത്യസന്ധമായി ജീവിക്കാം എന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്ത കാര്യം മറക്കരുത് എന്ന് പറയും. വാസ്തവത്തിൽ അങ്ങനെ ഒരു വാഗ്ദാനം ജീൻവാൽജീൻ നടത്തിയിട്ടില്ല കേട്ടോ. ജീൻവാൽജീൻ ബിഷപ്പിന് ഒരു വാഗ്ദാനവും നൽകിയിട്ടില്ല. പക്ഷെ ഇങ്ങനൊരു വാഗ്ദാനം ഉണ്ട് എന്ന് ബിഷപ്പ് പറയുകയും ആ വാഗ്ദാനം പക്ഷെ അയാൾ പിന്നെ പാലിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മെത്രാനിൽ നിന്ന് ജീൻവാൽജീനിലേക്കും ജീൻവാൽജീനിൽ നിന്ന് തുടർന്നങ്ങോട്ട് പലരിലേക്കും അനാഥ ബാലികയായ കൊസത്തിനെ അയാൾ എടുത്തു വളർത്തുന്നു. അതുപോലെ തന്നെ വിപ്ലവകാരിയായ മരിയൂസിനെ, തൻ്റെ ശത്രുവായി ഒരു ഘട്ടത്തിൽ മാറിയ മരിയൂസിനെ അയാൾ സഹായിക്കുകയും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരികയും ചെയ്യുന്നു. തന്നെ വേട്ടയാടി പിടിച്ച് പോലീസിൽ ശിക്ഷിക്കാൻ വേണ്ടിയും തൂക്കുകയറിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയും പണിപ്പെട്ടുകൊണ്ടിരുന്ന പോലീസ് ഓഫീസറിലേക്കും അയാളുടെ സ്നേഹം ഒഴുകിയെത്തുന്നു. ഇങ്ങനെ മെത്രാനിൽ നിന്ന് ജീൻവാൽജീനിലേക്കും ജീൻവാൽജീനിൽ നിന്ന് പലരിലേക്കും ഒഴുകിയെത്തിയ ഒരു വലിയ സ്നേഹപ്രവാഹത്തിൻ്റെ കഥ കൂടിയാണ് വാസ്തവത്തിൽ ഈ പാവങ്ങൾ എന്ന നോവല്. ആ സ്നേഹപ്രവാഹമാണ് 19-ാം നൂറ്റാണ്ടിനെ പിടിച്ചുലച്ചത്. ആ 19-ാം നൂറ്റാണ്ടിൽ, കാരണം സ്നേഹമെന്ന് പറയുന്നത് മനുഷ്യർക്കിടയിലെ തട്ടുകളെ ഭേദിച്ചു പോകുന്ന ഒരു മൂല്യമായി മനുഷ്യർ അനുഭവിച്ചു തുടങ്ങുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. ഫ്രഞ്ച് വിപ്ലവം വരെ സ്നേഹം എന്ന് പറയുന്നത് ഓരോ തട്ടുകൾക്കുള്ളിൽ അരങ്ങേറുന്ന വളരെ വ്യക്തിഗതമായ ഒരു മൂല്യമായിട്ടാണ് നിന്നതെങ്കിൽ സ്നേഹം ഒരു സാമൂഹിക മൂല്യമായി തീരുകയും ലോകത്തെ പുതുക്കി പണിയാൻ പോകുന്ന ഏറ്റവും പ്രബലമായ ഒരു ഭാവശക്തിയാണ് സ്നേഹം എന്ന് മനുഷ്യർ തിരിച്ചറിയുകയും ചെയ്യുന്നതിൻ്റെ പേരുകൂടിയാണ് വാസ്തവത്തിൽ ഫ്രഞ്ച് വിപ്ലവം, ജ്ഞാനോദയം എന്നത്. ആ മൂല്യങ്ങളെ 19-ാം നൂറ്റാണ്ടിന് അനുഭവവേദ്യമാക്കി കൊടുത്തത് പാവങ്ങളാണ്. മറ്റ് കൃതികൾ, മറ്റ് പല പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡെസ്റ്റോവ്സ്കിയൊക്കെ യൂഗോയേക്കാൾ വലിയ നോവലിസ്റ്റാണ്, അതിൽ യാതൊരു സംശയമില്ല. രചനാപരമായി ഡെസ്റ്റോവ്സ്കി ഉന്നയിച്ച വലിയ ചോദ്യങ്ങളൊന്നും അതേ അളവിൽ യൂഗോ ഉന്നയിച്ചോ എന്ന് നമുക്ക് സംശയിക്കാം. ഡെസ്റ്റോവ്സ്കിയെക്കുറിച്ച് പലരും പറയുന്നൊരു നിരീക്ഷണമുണ്ട്, ദൈവത്തെ കണ്ട ധാരാളം എഴുത്തുകാരുണ്ട്, പക്ഷെ ചെകുത്താനെ കണ്ട എഴുത്തുകാർ വളരെ കുറവാണ്. ചെകുത്താനുമായിട്ട് മുഖാമുഖം നടത്തിയ ആളാണ് ഈ ഡെസ്റ്റോവ്സ്കി എന്ന് പറയും. ഭൂതാവിഷ്ടനൊക്കെ വായിച്ചു നോക്കി അത് മനസ്സിലാവും. ചെകുത്താനെ അദ്ദേഹം കാണുന്നുണ്ട്. നമ്മുടെ ഭാഷയിൽ അങ്ങനെ ഒരാളില്ല. ചെകുത്താനെ കണ്ട ഒരാൾ, ദൈവത്തെ കാണാൻ പലർക്കും പറ്റും, ചെകുത്താനെ കാണൽ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് വലിയ എഴുത്തുകാരനാണ്. പക്ഷേ ഡെസ്റ്റോവ്സ്കി പോലും ഈ കാലത്തിൻ്റെ മുഴുവൻ ഈ എന്താ പറയുക മാനുഷികതയുടെയും ഒരു സംഗ്രഹം പോലെ മാറിയില്ല. അത് മാറിയത് ഈ പാവങ്ങൾ എന്ന കൃതിയാണ്. ഞാൻ അതിൻ്റെ വേറൊരു കഥ പറയാം, ഒരു കാര്യം കൂടി പറയാം. ഇദ്ദേഹം മരിക്കുമ്പോൾ 1885 ഇദ്ദേഹം മരിക്കുന്നത്, യൂഗോ മരിക്കുന്നത്. യൂഗോ 1850 പാരീസ് വിട്ടുപോയ ആളാണ്. അവിടെ ഉണ്ടായിരുന്ന റിപ്പബ്ലിക്കൻ ഗവൺമെൻറ്റിനെ ലൂയി ബോണപ്പാർട്ട് എന്ന് പറയുന്ന ഒറിജിനൽ ബോണപ്പാർട്ടിൻ്റെ മരുമകൻ അട്ടിമറിക്കുകയും രാജഭരണം പുനഃസ്ഥാപിക്കുകയും ഒക്കെ ചെയ്തതിൽ പ്രതിഷേധിച്ച് ഇനി ഇയാളുടെ ഭരണം അവസാനിക്കാതെ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് ഗോൺസി ദ്വീപുകളിലേക്ക് പോവുകയും പ്രവാസിയായി 20 കൊല്ലം ജീവിക്കുകയും ചെയ്തിട്ടാണ് ഇയാളുടെ ഭരണം അവസാനിച്ച 1870 ഈ യൂഗോ പാരീസിലേക്ക് തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോഴേക്കും യൂഗോ വാസ്തവത്തിൽ യൂഗോയെ ഫ്രഞ്ചുകാർ ഫ്രാൻസിലെ റൊമാൻറ്റിക് മൂവ്മെൻറ്റിൻ്റെ ഒരു പിതൃബിംബമായിട്ടാണ് കണ്ടു തുടങ്ങിയിരുന്നത്. പക്ഷേ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 1885 അദ്ദേഹം അന്തരിക്കുമ്പോഴേക്കും അദ്ദേഹം കാൽപ്പനിക പ്രസ്ഥാനത്തിൻ്റെ പിതൃബിംബം എന്നതിൽ നിന്നൊക്കെ മാറി 19-ാം നൂറ്റാണ്ടിൻ്റെ മനസ്സാക്ഷി എന്ന ഒരു പേരിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞിരുന്നു. അത് വെറുതെ വിളിക്കുന്ന പേരല്ല. യൂഗോയുടെ ശവസംസ്കാര ചടങ്ങിൽ പാരീസിൽ പങ്കെടുത്തത് 20 ലക്ഷം പേരാണ്. ഞാനപ്പോൾ അക്കാലത്ത് പാരീസിൽ മൊത്തം എത്ര ജനസംഖ്യയുണ്ട് എന്ന് ഞാൻ വെറുതെ ഒന്ന് തിരഞ്ഞു നോക്കുകയുണ്ടായി, തപ്പി നോക്കായി. 25 ലക്ഷം ആളുകളാണ്. 25 ലക്ഷം പേരിൽ 20 ലക്ഷം പേർ പങ്കെടുത്ത ഒരു ശവസംസ്കാര ചടങ്ങായിരുന്നു. ഗാന്ധിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് 10 ലക്ഷം പേരാണ് കേട്ടോ.
ഗാന്ധിയുടെ ശവസംസ്കാര ചടങ്ങാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ശവസംസ്കാരം. അതിൽ 10 ലക്ഷം പേരെ പങ്കെടുക്കുക. അത്ര ആൾ വരും എന്ന് തോന്നി അത് ആസൂത്രണം ചെയ്യാൻ പട്ടാളത്തെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ ഒരാൾ മൗണ്ട് ബാറ്റനാണ്. ഗാന്ധിയുടെ സംസ്കാര ചടങ്ങിൽ അങ്ങനെ ഒരു വൈരുദ്ധ്യമുണ്ട്. ഗാന്ധിയുടെ ശവസംസ്കാരം നടത്തിയത് ഇന്ത്യൻ ആർമിയാണ്. അപ്പോൾ ഈ 30-ന് ഗാന്ധി കൊല്ലപ്പെട്ടു, 31-ന് സംസ്കാരം തീരുമാനിച്ചു. എങ്ങനെ നടത്തണമെന്ന് കൺഫ്യൂഷൻ വന്ന സമയത്ത് മൗണ്ട് ബാറ്റനാണ് നെഹ്റുവിനോടും പട്ടേലിനോടും രാജേന്ദ്രപ്രസാദിനോടും അബ്ദുൽ കലാം ആസാദിനോടും ഒക്കെ പറയുന്നത്, നാളെ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ വരും, അവരെ നിയന്ത്രിക്കാൻ കഴിയുന്ന, അതിനകത്ത് ഈ പറയുന്ന സംസ്കാരം ഫലപ്രദമായി കലാപങ്ങളൊന്നുമില്ലാതെ നടത്താൻ കഴിയുന്ന ഒരൊറ്റ സംവിധാനമേ ഇന്ന് ഇന്ത്യയിലുള്ളൂ, അത് ഇന്ത്യൻ ആർമിയെയാണ്. നിങ്ങൾ മറ്റെല്ലാ എതിർപ്പും മാറ്റിവെച്ച് ആർമിയെ അത് ഏൽപ്പിക്കണം. വാസ്തവത്തിൽ അതിലൊരു വൈരുദ്ധ്യമുണ്ട്. കാരണം അഹിംസയുടെ ഒരു മഹാപ്രവാചകനെ അന്തിമമായ സംസ്കാരത്തിലേക്ക് കൊണ്ടുപോയത് പട്ടാള ടാങ്കിലാണ്, പട്ടാളക്കാരാണ് എന്നത് നമ്മളിപ്പോൾ ഓർക്കാറില്ലെങ്കിലും ആ ഒരു വൈരുദ്ധ്യമുണ്ട്. മൗണ്ട് ബാറ്റൻ്റെ വലിയൊരു ദീർഘദൃഷ്ടിയും കൂടിയായിരുന്നു കേട്ടോ. അത് തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല. മറ്റാർക്കെങ്കിലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നുമില്ല. മൗണ്ട് ബാറ്റൻ്റെ ദീർഘദൃഷ്ടി പ്രവർത്തിച്ച മറ്റൊരു സന്ദർഭം കൂടിയുണ്ട്. 48 ജനുവരി 30-ന് 5-17-നാണ് ഗാന്ധി കൊല്ലപ്പെട്ടത്. ഏതാണ്ട് 5:30 ആയപ്പോഴേക്കും അവിടെ ആദ്യം എത്തിയ ആളുകളിലൊരാൾ മൗണ്ട് ബാറ്റനാണ്. അപ്പോൾ ആരാണ് കൊലയാളി എന്നറിയില്ല. ഗാന്ധിയെ ഒരാൾ വെടിവെച്ച് കൊന്നു എന്ന് മാത്രമേ ഉള്ളൂ. അന്തരീക്ഷത്തിൽ ആ കൊലയാളി ഒരു മുസ്ലിമാണ് എന്ന ഒരു ഗോസിപ്പ് ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുന്നു, ഒരു അഭ്യൂഹം ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുന്നു. മൗണ്ട് ബാറ്റൻ ഗാന്ധിയുടെ കൊലപാതകം നടന്ന അദ്ദേഹത്തിൻ്റെ ജഡം ആ ബിർള ഹൗസിനകത്തേക്ക് മാറ്റിയിരിക്കുന്നുണ്ടായിരുന്നു. അവിടേക്ക് പോകുന്ന സമയത്ത് ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയുന്നു, ഒരു മുസ്ലിമാണ് കൊലയാളി എന്ന് വിളിച്ചു പറയുന്നു. ആ നിമിഷം വെട്ടിത്തിരിഞ്ഞ് നിന്നിട്ട് പൊതുസമൂഹം മുഴുവൻ കേൾക്കെ മൗണ്ട് ബാറ്റൻ പറയുന്നത്, ഇഡിയറ്റ്, ഹി ഈസ് എ ഹിന്ദു എന്ന്. വാസ്തവത്തിൽ ആ സമയത്ത് മൗണ്ട് ബാറ്റൻ അറിയുമായിരുന്നില്ല കൊലയാളി ഹിന്ദുവാണോ മുസൽമാനാണോ എന്ന്. പിന്നീട്, കാരണം ഗോഡ്സെയെ പിടികൂടിയിട്ടുണ്ടെങ്കിലും സ്റ്റേറ്റ്മെൻ്റ് എടുക്കലും ആരാണ് വന്നതെന്നും മനസ്സിലാക്കലും ഒക്കെ പിന്നെയും കുറേ കഴിഞ്ഞിട്ടാണ് പൂർത്തിയായത്. പിന്നീട് മൗണ്ട് ബാറ്റനോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളത് പറഞ്ഞത്, എങ്ങനെയാണ് നിങ്ങൾക്കത് അപ്പോൾ ഹിന്ദു ആണെന്ന് പറയാൻ തോന്നി, എന്തുകൊണ്ടാണ്? മൗണ്ട് ബാറ്റൻ്റെ മറുപടി വളരെ ശ്രദ്ധയാണ്. മൗണ്ട് ബാറ്റൻ പറഞ്ഞു, അയാളൊരു മുസൽമാനാണെങ്കിൽ അത് ലോകമറിഞ്ഞ് അതിൽ ആളുകൾ ആ കാര്യം അറിഞ്ഞു വരുമ്പോഴേക്കും എനിക്കൊരു 3-4 മണിക്കൂർ കിട്ടും. പട്ടാളത്തെ വിന്യസിക്കാനും സംവിധാനങ്ങൾ ഒരുക്കാനും ഉള്ള ഒരു ഇടവേള കിട്ടും. അല്ല, അയാളൊരു ഹിന്ദു ആണെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞതിൽ പിഴവൊന്നുമില്ല. നോക്കൂ, ഒരു ക്രിട്ടിക്കൽ മൊമെന്റിൽ ഈ എന്താ പറയുക, ഒരു ഭരണതന്ത്രജ്ഞത പ്രവർത്തനക്ഷമമാകുന്നതിൻ്റെ ക്ലാസിക്കൽ ഉദാഹരണമാണ് ഇഡിയറ്റ്, ഹി ഈസ് എ ഹിന്ദു എന്ന് പറയുന്ന മൗണ്ട് ബാറ്റൻ്റെ ആ പ്രസ്താവന. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഗാന്ധിക്ക് പോലും 10 ലക്ഷം പേരുടെ സംസ്കാര അന്ത്യയാത്ര ആണ് കിട്ടിയതെങ്കിൽ യൂഗോയ്ക്ക് 20 ലക്ഷം പേർ, അന്ന് പാരീസിലെ ജനസംഖ്യയുടെ ഏതാണ്ട് 80% പേർ പങ്കെടുത്ത ഒരു യാത്രയയപ്പാണ് അദ്ദേഹത്തിന് കിട്ടിയത്. എന്തുകൊണ്ട്? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഒരുപക്ഷെ യൂഗോ തന്നെ 2-3 സ്ഥലങ്ങളിലായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ആ കൃതിയുടെ ഇറ്റാലിയൻ പ്രസാധകന്, ഈ കൃതി എല്ലാവരും വായിക്കുമോ, ഇത്ര ബൃഹത്തായ ചർച്ചയുള്ള, തീർത്തും ഫ്രാൻസിൻ്റെ മാത്രം ചരിത്രം, ഫ്രാൻസും നെപ്പോളിയൻ ബോണപ്പാർട്ടും ഇംഗ്ലീഷുകാരുമായുള്ള യുദ്ധവും വാട്ടർലൂവും ഒക്കെ വളരെ വിസ്തരിച്ച് പ്രതിപാദിക്കുന്ന ഒരു കൃതിയാണ്. ഇപ്പം ആ നോവല് ഒരു നോവൽ എന്ന നിലയ്ക്ക് അത്ര ഈസിലി റീഡബിളായ ഒന്നല്ല. ഇപ്പം ആദ്യത്തെ ഒരു ഭാഗത്ത് 14 അധ്യായങ്ങൾ വാട്ടർലൂ യുദ്ധത്തെക്കുറിച്ച് മാത്രമാണ്. ഒക്കെ നമ്മുടെ MP പോളിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വായനയെ തടയുന്ന ശിലാഖണ്ഡങ്ങളാണ്. ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് കഥ വായിച്ചു പോകാം. പക്ഷെ വിസ്തരിച്ച് യൂഗോ ഇത് എഴുതിയിട്ടുണ്ട്. ഫ്രഞ്ചുകാർക്ക് താല്പര്യമുണ്ടെങ്കിലും മറ്റുള്ള ഭാഷക്കാർക്ക്, സമൂഹത്തിനോ ഇതിലെന്ത് താല്പര്യം ഉണ്ടാവാനാണ് എന്ന് ഇറ്റാലിയൻ പ്രസാധകൻ സംശയിച്ച സമയത്ത്, ആ ഇറ്റാലിയൻ പ്രസാധകൻ 1862 തന്നെ എഴുതിയ കത്തിൽ യൂഗോ ഒരു കാര്യം പറയുന്നുണ്ട്. അത് നലപ്പട്ട് നാരായണ മേനോൻ ഉദ്ധരിച്ച് ചേർത്തിട്ടുണ്ട്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. പാവങ്ങൾ എന്ന പുസ്തകം എല്ലാ രാജ്യക്കാർക്കും വേണ്ടി എഴുതപ്പെട്ടതാണ്. അതെല്ലാവരും വായിക്കുമോ എന്നെനിക്കറിയില്ല. പക്ഷേ ഞാനത് എല്ലാവർക്കും കൂടി എഴുതിയിട്ടുള്ളതാണ്. സാമുദായികമായ വിഷമതകൾ രാജ്യസീമകളെ കവച്ച് കടക്കുന്നു. മനുഷ്യജാതിക്കുള്ള വ്രണങ്ങൾ, ഭൂമണ്ഡലം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ആ വമ്പിച്ച വ്രണങ്ങൾ, ഭൂപടത്തിൽ വരയ്ക്കപ്പെട്ട ചുവന്നതോ നീലനിറത്തിലുള്ളതോ ആയ
ഓരോ അതിർത്തി അടയാളങ്ങളെ കണ്ടതുകൊണ്ട് നിൽക്കുന്നതല്ല. പിന്നെ അദ്ദേഹം എഴുതും, മനുഷ്യൻ അജ്ഞനും നിരാശനുമായി എവിടെയുണ്ടോ, ഭക്ഷണത്തിന് വേണ്ടി സ്ത്രീകൾ എവിടെ വിൽക്കപ്പെടുന്നുണ്ടോ, അറിവിനായുള്ള പുസ്തകവും തണുപ്പകറ്റാനുള്ള നെരിപ്പോടും കിട്ടാതെ കുട്ടികൾ എവിടെയെല്ലാം കഷ്ടപ്പെടുന്നുണ്ടോ, അവിടെയെല്ലാം പാവങ്ങളെന്ന പുസ്തകം വാതിൽക്കൽ മുട്ടി വിളിച്ച് പറയും, എനിക്ക് വാതിൽ തുറന്നു തരിക, ഞാൻ വന്നത് നിങ്ങളെ കാണാനാണ്. വാസ്തവത്തിൽ ഇതൊരു നോവലിൻ്റെ മെസ്സേജല്ല. 19-ാം നൂറ്റാണ്ടിനെ നയിച്ച അടിസ്ഥാന മൂല്യം നാം മാനവികത എന്നോ ഹ്യൂമനിസ്റ്റ് ആദർശമെന്നോ ജ്ഞാനോദയം എന്നോ ഒക്കെ വിളിക്കുന്ന ആ ഒരു വലിയ അനുഭവ ഘടനയെ ആകമാനം സംഗ്രഹിച്ച വാക്യങ്ങളാണ്. എത്രത്തോളം കാലം ദാരിദ്ര്യമുണ്ടോ, എത്രത്തോളം കാലം ഭക്ഷണത്തിന് വേണ്ടി സ്വശരീരം വിൽക്കേണ്ടി വരുന്ന സ്ത്രീകൾ ജീവിക്കുന്നുണ്ടോ, എത്രത്തോളം കാലം പുസ്തകങ്ങളില്ലാതെയും തണുപ്പകറ്റാനുള്ള കമ്പിളിപ്പുതപ്പില്ലാതെയും കുട്ടികൾ ഇങ്ങനെ അനാഥരായി ജീവിക്കുന്നുണ്ടോ, അവിടെയൊക്കെ ഈ പുസ്തകം ചെന്ന് വാതുക്കൽ മുട്ടി വിളിക്കും, ഞാൻ വന്നത് നിങ്ങളെ കാണാനാണ്. അതൊരു പുസ്തകത്തിൻ്റെ വരവല്ല, മറിച്ച് മാനുഷികതയെക്കുറിച്ച് ആ കാലഘട്ടം ഉണ്ടാക്കിയ പുതിയ ബോധ്യത്തിൻ്റെ വരവാണ്. അങ്ങനെ ഒരു വരവായിരുന്നു എന്നതുകൊണ്ടാണ് രചനാപരമായി ധാരാളം ദൗർബല്യങ്ങൾ ഉണ്ടെങ്കിലും യോസ തന്നെ പറയുന്നൊരു വാക്യം, ഷേക്സ്പിയർക്ക് ശേഷം 5 ഭൂഖണ്ഡങ്ങളെയും കൂട്ടിയിണക്കിയ ഒറ്റ പുസ്തകമേ ഉള്ളൂ, അത് പാവങ്ങളാണ് എന്ന് പറയുന്നു. അങ്ങനെയാണ്. ഇങ്ങനെ അസാധാരണമായ അത് ഇദ്ദേഹം വേറൊരു ഇതിൻ്റെ ആമുഖത്തിൽ പാവങ്ങൾക്കൊരാമുഖമുണ്ട്. ഒരുപക്ഷെ ലോകത്ത് ഇത്ര ബൃഹത്തായ കൃതിക്ക് ഇത്ര ചെറിയ ഒരാമുഖം അസാധാരണമായൊരു കാര്യമാണ്. ഒറ്റ വാക്യമേ ഒറ്റ വാക്യമാണെങ്കിൽ ഒരു പാരഗ്രാഫ് ഉണ്ട്, അത് എങ്കിലും ഒറ്റ വാക്യത്തിൽ എഴുതപ്പെട്ട ഒരാമുഖമാണ്. അത് യൂഗോയെ സംബന്ധിച്ച് വളരെ അസാധാരണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏതാണ്ട് 3000 പേജുള്ള പുസ്തകമാണ്. യൂഗോയ്ക്ക് 2 ദിവസം കൊണ്ട് ഒരു നാടകം എഴുതാൻ കഴിയുന്ന അത്ര രചനാവേഗമുണ്ടായിരുന്ന ഒരാളാണ് യൂഗോ. വളരെ വിസ്തരിച്ച് കാര്യങ്ങൾ പറയുകയും പറയുന്ന കാര്യങ്ങൾ ആളുകളെ അനുഭവിപ്പിക്കുന്ന ഒരു ഭാഷ കൈമുതലായി ഉണ്ടായിരിക്കുകയും ചെയ്ത ആളാണ് യൂഗോ. ഇതൊക്കെയാണെങ്കിലും അദ്ദേഹം അതിന് ആമുഖമായി എഴുതിയത് ഒറ്റ വാക്യമാണ്. അതിലൊരു കാര്യം കൂടി പറയാം. ഈ നോവൽ 2 കാലങ്ങളായിട്ടാണ് അദ്ദേഹം എഴുതിയത്. 1840-42 കാലത്ത് ലേ മിസറീസ്, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ എന്ന പേരിൽ ഇതിൻ്റെ ഒരു ആദ്യ രൂപം അദ്ദേഹം എഴുതുന്നുണ്ട്. അവിടെ വെച്ചത് നിർത്തിയിട്ട് പിന്നീട് 1860-62 കാലത്താണ് അദ്ദേഹം അത് പൂർത്തിയാക്കുന്നത്. അതിനിടയിൽ ഒരു 16-18 വർഷക്കാലത്തെ ഇടവേളയുണ്ട്. ഈ 18 വർഷക്കാലം കൊണ്ടാണ് ഡേവിഡ് ബെല്ലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഫ്രം എ കോമ്പാക്ട് സ്റ്റോറി ടു എ ഡെൻസ് ഫോറസ്റ്റ്, സുഘടിതമായ ഒരു കഥയിൽ നിന്ന് അതിസാന്ദ്രമായ ഒരു വനഭംഗിയിലേക്ക് ഈ നോവൽ വളർന്നത് ഈ കാലത്താണ് എന്ന് പറയുന്നുണ്ട്. മനോഹരമായ വാക്യമാണ്. ഫ്രം എ കോമ്പാക്ട് സ്റ്റോറി ടു എ ഡെൻസ് ഫോറസ്റ്റ്, ഒരു നിബിഡ വനത്തിൻ്റെ സ്വഭാവത്തിലേക്ക് ഈ നോവൽ വികസിക്കുന്നത് ഈ 16-17 കൊല്ലം കൊണ്ടാണ്. ഈ 16-17 കൊല്ലത്തിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൗഗോയും മാറിയ കാലമാണ്. യൂഗോ ആദ്യകാലത്ത് ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എന്ന നിലയ്ക്ക് ഈ ലെസ് മിസറീസ് എഴുതുന്ന 1840-കളിൽ അദ്ദേഹം ഒരു മൊണാർക്കിസ്റ്റാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിസം എന്നറിയപ്പെടുന്ന ഭരണഘടനാ വ്യവസ്ഥയ്ക്കകത്തുള്ള രാജവാഴ്ചയെ പിന്തുണയ്ക്കുന്ന ഒരാളായിട്ടാണ് യൂഗോ അക്കാലത്ത് തൻ്റെ പൊളിറ്റിക്കൽ പൊസിഷൻ രൂപപ്പെടുത്തിയിരുന്നത്. എന്നാൽ 1850-കളോടെ അദ്ദേഹം ആ പൊസിഷൻ മാറ്റുകയും റിപ്പബ്ലിക്കനിസം എന്ന് വിളിക്കുന്ന ജനാധികാരം എന്ന് പറയുന്ന ഒരു ഭരണകൂട സങ്കല്പത്തിലേക്ക് തൻ്റെ രാഷ്ട്രീയ വീക്ഷണത്തെ മാറ്റുകയും ചെയ്തു. ഈ വീക്ഷണത്തിൻ്റെ മാറ്റം, വ്യക്തിഗതമായി വന്ന ഈ മാറ്റത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ് വാസ്തവത്തിൽ ലെസ് മിസറീസ് എന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതിയിൽ നിന്ന് ലേ മിസറാബിളെ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ 62-ലെ 2ാമത്തെ കൃതി. ഇതിനിടയിൽ കാലം മാത്രമല്ല യൂഗോയും മാറിയിട്ടുണ്ട്, ആ നോവലിൻ്റെ ആകമാനമുള്ള പ്രകൃതവും മാറിയിട്ടുണ്ട്, ആമുഖവും മാറിയിട്ടുണ്ട്. അദ്ദേഹം ഒരു വിസ്തൃതമായ ആമുഖം ഈ നോവലിന് എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. 2 ഭാഗങ്ങളുള്ളൊരു ആമുഖം. 1-ാം ഭാഗം ഗോഡെന്നും 2-ാം ഭാഗം സോളെന്നും, ദൈവമെന്നും ആത്മാവെന്നും പേരുള്ള 2 ഭാഗങ്ങളായി തിരിച്ച്
ഒരു ദീർഘമായ ആമുഖം ഈ നോവലിന് എഴുതാനായിട്ട് യൂഗോ തീരുമാനിക്കുകയും ഏതാണ്ട് 20 ദിവസം കൊണ്ട് 1862 അദ്ദേഹം ജൂലൈ 26 മുതൽ ആഗസ്റ്റ് 20 വരെയുള്ള ഏതാണ്ട് ഒരു 20-25 ദിവസം കൊണ്ട് അദ്ദേഹം ഈ ആമുഖത്തിൻ്റെ 1-ാം ഭാഗം എഴുതി. ഗോഡ് എന്നു പേരായ 1-ാം ഭാഗം എഴുതി. 2-ാം ഭാഗം പക്ഷേ അദ്ദേഹം എഴുതുണ്ടായില്ല. നോവൽ പ്രസിദ്ധീകരിച്ച സമയത്ത് എഴുതിയ ആമുഖവും അദ്ദേഹം ഉൾപ്പെടുത്തുകയും ചെയ്തില്ല. പകരം അതിദീർഘമായ ഒറ്റ വാക്യം എഴുതി ചേർക്കുകയുണ്ടായി. ആ വാക്യം നാലപ്പാട്ട് നാരായണമേനോൻ വിവർത്തനം ചെയ്തത് ഞാൻ വായിക്കാം. നിയമത്തിൻ്റെയും ആചാരത്തിൻ്റെയും ബലത്തിന്മേൽ ഭൂമിയിലെ പരിഷ്കാരത്തിൻ്റെ നടുക്ക് നരകങ്ങളെ ഉണ്ടാക്കി വച്ചുകൊണ്ടും മനുഷ്യകർമ്മത്തെ വിധിയോട് കൂട്ടിച്ചേർത്തുകൊണ്ടും സമുദായത്താൽ കൽപ്പിക്കപ്പെടുന്ന തീവ്ര ശിക്ഷാവിധികൾ എത്ര കാലം നിലനിൽക്കുന്നുവോ, പുരുഷാന്തരത്തിലെ 3 വൈഷമ്യങ്ങൾ, പുരുഷന്മാർക്ക് വമ്പിച്ച ദാരിദ്ര്യം മൂലമുള്ള അധപ്പതനം, സ്ത്രീക്ക് വിശപ്പ് കാരണമുണ്ടാകുന്ന മാനഹാനി, കുട്ടികൾക്ക് അറിവില്ലായ്മയാൽ നേരിടുന്ന വളർച്ചകേട്, ഇവ എത്ര കാലം തീരാതെ കിടക്കുന്നുവോ, ലോകത്തിൻ്റെ ഏതു ഭാഗത്തെങ്കിലും സാമുദായികമായ വീർപ്പടങ്ങൾ പിടിപെടാൻ എത്ര കാലം വഴിയുണ്ടോ, മറ്റൊരു വിധത്തിൽ കുറെ കൂടി വ്യാപ്തിയുള്ള അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഭൂമിയിൽ എത്ര കാലം അജ്ഞാനവും ദാരിദ്ര്യവുമുണ്ടോ അത്ര കാലം പാവങ്ങൾ പോലുള്ള പുസ്തകങ്ങൾ ഒരിക്കലും പ്രയോജനപ്പെടാതെ വരില്ല. ഒറ്റ വാക്യമാണ്. പക്ഷേ ഈ വാക്യത്തിൽ യൂഗോ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മനുഷ്യാവസ്ഥ നേരിടുന്ന ഏറ്റവും നിർണായകമായ 3 പ്രശ്നങ്ങൾ ഇതാണ് എന്ന് അദ്ദേഹം പറയുന്നു. 1, ദാരിദ്ര്യം, അതുണ്ടാക്കുന്ന തീരാദുഃഖങ്ങൾ. 2, പട്ടിണി അകറ്റാൻ അവനവൻ്റെ ശരീരം മാനം വിറ്റ് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ. പോഷകാഹാരക്കുറവ് കൊണ്ട് കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്ന വളർച്ചയില്ലായ്മ. ഇത് നിലനിൽക്കുന്നിടത്തോളം കാലം. അവിടെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഈ ട്രാൻസ്ലേഷനിൽ നാലപ്പാടൻ ഉപയോഗിക്കുന്ന ഒരു പദം വാസ്തവത്തിൽ കുറച്ച് പ്രശ്നമുള്ളതാണ്. കാരണം ഇതിൽ ആദ്യത്തെ നിയമത്തിൻ്റെയും ആചാരത്തിൻ്റെയും ബലത്തിൽ ഭൂമിയിലെ പരിഷ്കാരത്തിൻ്റെ നടുക്ക് നരകങ്ങളെ ഉണ്ടാക്കി വച്ചുകൊണ്ടും. വാസ്തവത്തിൽ പരിഷ്കാരങ്ങൾ എന്ന വാക്ക് അവിടെ അത്ര ഭദ്രമല്ല. ഇംഗ്ലീഷ് പരിഭാഷയിൽ ഉള്ളത് സിവിലൈസേഷൻസ് എന്നാണ്. സിവിലൈസേഷൻ എന്ന് പറയുന്നത് നാഗരികതകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കൃത്യമായിട്ട് പറഞ്ഞാൽ നാടുവാഴിത്തത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഉയർന്നു വന്ന ബൂർഷ്വാ ഒരു മൂല്യബോധത്തിൻ്റെ ആവിഷ്കാരം എന്ന നിലയിൽ മനുഷ്യവംശത്തിൽ സാഹോദര്യത്തിൻ്റെ സ്നേഹഭാവത്തെ എന്നേക്കുമായി കടത്തി കൊടുക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥം എന്ന നിലയിലാണ് പാവങ്ങൾ 19-ാം നൂറ്റാണ്ടിൽ വായിക്കപ്പെട്ടത്. അങ്ങനെ വായിക്കപ്പെട്ടത് കൊണ്ടാണ് ആ കാലത്തെഴുതപ്പെട്ട അതിഗംഭീരങ്ങളായ എത്രയെങ്കിലും കൃതികൾ വേറെയുണ്ടെങ്കിലും മെൽവിൻ്റെ മോബി ഡിക്കായിട്ടോ അല്ലെങ്കിൽ ഡെസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയുമായിട്ടോ കാരമസോവായിട്ടോ ടോൾസ്റ്റോയുടെ തന്നെ അന്നാ കരീനയും യുദ്ധവും സമാധാനവും പോലുള്ള കൃതികളായിട്ടോ ഒക്കെ അല്ലെങ്കിൽ ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻസ് ആയിട്ടോ ഒക്കെ ഇതിന് തൊട്ട് മുന്നിലും പിന്നിലുമായ മഹത്തായ കൃതികളുടെ ഒരു പരമ്പരയുണ്ടായിട്ടും ഡേവിഡ് ബെല്ലോസ് രചനാപരമായി പാവങ്ങളെക്കാൾ മെച്ചപ്പെട്ട കൃതികളാണ് അത് എന്നറിഞ്ഞുകൊണ്ട് തന്നെ നോവൽ ഓഫ് ദ സെഞ്ച്വറി എന്ന് ഇതിനെ വിളിച്ചത്. കാരണം അത് ആ കാലത്തിൻ്റെ യുഗചേതനയെ മുഴുവൻ ഏറ്റുവാങ്ങിയ ഒരു കൃതിയാണ്. അതായത് ഒരു കൃതി മഹത്തായ കൃതിയായി തീരുന്നത് രചനാപരവും സാങ്കേതികവുമായ വൈഭവം കൊണ്ട് മാത്രമല്ല, മറിച്ച് ആ കാലമുയർത്തുന്ന, ആ കാലമുന്നയിക്കുന്ന വലിയ ചില ചോദ്യങ്ങൾക്ക്, അതിൻ്റെ വികാര ഭാവങ്ങൾക്ക്, അതിൻ്റെ വൈകാരികമായ ആന്തരികതയെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു കൃതിയായി മാറുമ്പോഴാണ്. നമ്പൂതിരിയെക്കുറിച്ച് പറയുമ്പോൾ വിജയൻ മാഷ് പറയുന്നുണ്ട്, നമ്പൂതിരി ഒരാളുടെ പേരല്ല, നമ്പൂതിരി ഒരാളുടെ വരയല്ല, നമ്പൂതിരി ഒരു കാലാവസ്ഥയാണ് എന്ന് പറയും. അന്ന് അദ്ദേഹം പറയും, യേശുദാസ് മലയാളിക്ക് ഒരു കാലാവസ്ഥയായിരിക്കുന്നത് പോലെ നമ്പൂതിരി ഒരു കാലാവസ്ഥയാണ്. ഈ കാലാവസ്ഥ എന്നുള്ള പ്രയോഗം W.H. ഓഡൻ സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ച് എഴുതിയൊരു കവിതയിൽ നിന്ന് സ്വീകരിച്ചതാണെന്ന് രത്നാകരൻ അതിനെക്കുറിച്ച് എഴുതുന്നുണ്ട്. അതായത് നാം നമ്മുടെ ഭിന്ന ഭിന്നങ്ങളായ അഭിപ്രായങ്ങൾ ജീവിച്ചു തീർക്കുന്ന ഒരാശയ വ്യവസ്ഥയുടെ പേരാണ്, ആ കാലാവസ്ഥയുടെ പേരാണ് ഫ്രോയിഡ്, അതൊരാളുടെ പേരല്ല എന്ന് പറയുന്നത് പോലെ. അതായത് ചില എഴുത്തുകൾ ആ കാലം രൂപപ്പെടുത്തിയ അനുഭവ ബന്ധങ്ങളെ മുഴുവൻ സ്വാംശീകരിക്കും, അതിനെ മുഴുവൻ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ കാലത്തോട് അത് സംസാരിക്കും. അങ്ങനെ സംസാരിക്കുന്നതോടെ വ്യക്തി
വ്യക്തിഗതമായ ഒരു എഴുത്ത് എന്നതിനപ്പുറം എന്താ പറയുക, റെയ്മണ്ട് വില്യംസ് സ്ട്രക്ചർ ഓഫ് ഫീലിംഗ് എന്നൊക്കെ പറയുമല്ലോ, ഒരു അനുഭവ ഘടന. ആ അനുഭവ ഘടന അതിസാന്ദ്രതയോടെ ഊറിക്കൂടി നിൽക്കുന്ന ഒരെഴുത്തായിട്ട് അത് മാറിത്തീരും. അങ്ങനെ മാറിത്തീർന്നു എന്നതാണ് 19-ാം നൂറ്റാണ്ടിൻ്റെ നോവലായിട്ട് പാവങ്ങളെ മനസ്സിലാക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നത്. 19-ാം ഈ നോവലിനെ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നോവല് ആ കാലത്ത് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ആ നോവല് ലോകത്തെഴുതപ്പെട്ടതിൽ ഏറ്റവും മഹത്തായ നോവലാണെന്ന് കരുതിയ ഒരു എഴുത്തുകാരനുണ്ട്, അത് ടോൾസ്റ്റോയിയാണ്. ടോൾസ്റ്റോയി കരുതിയത് ഇതുവരെ എഴുതപ്പെട്ടതിൽ ഏറ്റവും മഹത്തായ നോവലാണ് പാവങ്ങൾ എന്നാണ് അദ്ദേഹം കരുതിയത്. ടോൾസ്റ്റോയുടെ പക്ഷേ അത്തരം നിരീക്ഷണങ്ങളെ നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ടോൾസ്റ്റോയ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ സാഹിത്യം എന്ന് പറയുന്നത് ആളുകളെ ധാർമ്മികമായി പ്രചോദിപ്പിക്കുന്ന ഒരു പരിപാടിയായിരിക്കണം എന്ന് വിശ്വസിക്കുകയും എന്താണ് കല എന്നൊരു പുസ്തകം എഴുതുകയും ഒക്കെ ചെയ്ത് തൻ്റെ തന്നെ മികച്ച കൃതികളെ മോശം കൃതികളായിട്ടും തൻ്റെ തന്നെ ഏറ്റവും മോശം കൃതി ഏറ്റവും മികച്ച കൃതിയായിട്ടും ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരാളാണ് ഈ ടോൾസ്റ്റോയ്. അദ്ദേഹം പറഞ്ഞത് താൻ എഴുതിയ ഏറ്റവും നല്ല കൃതി റിസറക്ഷൻ എന്ന് പേരായ, ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പേരായ ഒരു കൃതിയാണ്, അന്നാ കരീനയോ വാർ ആൻഡ് പീസോ ഒന്നും അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. റിസറക്ഷൻ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നിയ ഒരു കാര്യം അതൊരു ശരാശരി പുസ്തകമാണ്, വേണമെങ്കിൽ ഒരു പൊട്ട പുസ്തകമൊന്നും പറയാം, അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അന്നയുടെയോ വാർ ആൻഡ് പീസിൻ്റെയോ ഒന്നും മഹിമ അതിനില്ല. അതേക്കുറിച്ച് ഞാനൊരു കഥ വായിച്ചിട്ടുള്ളത് വസ്തുതയാണോ എന്ന് അറിഞ്ഞുകൂടാ. ടോൾസ്റ്റോയിയുടെ ചെറുമകൾ അന്നാ കരീനിനെ വായിച്ചുകൊണ്ടിരിക്കുന്നത് ടോൾസ്റ്റോയ് കണ്ടപ്പോൾ ടോൾസ്റ്റോയ് ആ കുഞ്ഞിനോട് ചോദിച്ചു അത്രേ, നിനക്ക് കൊള്ളാവുന്ന എന്തെങ്കിലും പുസ്തകം വായിച്ചുകൂടെ എന്ന് ചോദിച്ചു എന്നാണ്. അങ്ങനെ ചോദിക്കാനൊരു വലിപ്പം വേണം കേട്ടോ, അവനവനെക്കുറിച്ച് അങ്ങനെ കരുതാൻ. KP അപ്പൻ നമ്മുടെ ചെറുകാടിൻ്റെ ജീവിതപാതയെക്കുറിച്ച് എഴുതുമ്പോൾ മനോഹരമായ ഒരു വരി എഴുതിയിട്ടുണ്ട്, ആശ്ചര്യ ചിഹ്നങ്ങളില്ലാത്ത ആത്മകഥയാണ് ചെറുകാടിൻ്റെത് എന്ന്. നമ്മുടെ ആത്മകഥകളുടെ ഒരു അടിസ്ഥാന സ്വഭാവം എന്ന് വെച്ചാൽ അവസാനിക്കാത്ത ഈ ആശ്ചര്യ ചിഹ്നമാണ്. ഞാൻ എന്തൊരു മഹാനാണെന്ന് ഓർത്തിട്ട് ഇരിക്കപ്പുറത്തിയില്ലാതെയാണ് ഈ എഴുതി തുടങ്ങുന്നത് തന്നെ. ഏത് ആത്മകഥയിലും കാണാൻ പറ്റും ഞാൻ എന്തൊരു പുള്ളിയാണ് എന്ന്. അപ്പോഴാണ് ഈ ചെറുകാടിൻ്റെ കഥ ഇങ്ങനെ, അത് KP അപ്പൻ്റെ നല്ല വാക്യമാണ്. അതുകൊണ്ട് അവനവനെ നിരസിക്കുക എന്നുള്ളത് വലിയ കാര്യമൊക്കെയാണ്. എങ്കിലും റിസറക്ഷൻ എന്ന് പറയുന്ന നോവൽ ടോൾസ്റ്റോയ് പറഞ്ഞതുപോലെ ടോൾസ്റ്റോയുടെ തന്നെ ഏറ്റവും നല്ല നോവലല്ല, ലോക സാഹിത്യത്തിലെയും നല്ല നോവലായിട്ട് അത് പരിഗണിക്കപ്പെടാൻ ധാരാളം പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ അപ്പുറമാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് നോവലുകൾ. പക്ഷേ അതുകൊണ്ട് തന്നെ ടോൾസ്റ്റോയുടെ വിലയിരുത്തൽ കുറച്ചൊരു സംശയാസ്പദമാണ്. എങ്കിലും അക്കാലത്തെ വലിയ ചില എഴുത്തുകാർ, ഇപ്പോൾ അപ്ടൺ സിൻക്ലെയറെ പോലെ ഒരാൾ, അല്ലെങ്കിൽ ബോദ്ലെയറെ പോലെ ഒരാളൊക്കെ ആ കാലത്ത് തന്നെ പാവങ്ങളെ പ്രകീർത്തിക്കുന്നുണ്ട്. മറുഭാഗത്ത് ഗോൺകോർ ബ്രദേഴ്സോ അല്ലെങ്കിൽ ഫ്ലോബെയറോ ബോദ്ലെയർ തന്നെയോ അതിനെ വിമർശിക്കുന്നുണ്ട്. ബോദ്ലെയർ 2 വർഷത്തും കളിച്ച ആളാണ്. മൂപ്പര് പുറത്ത് ഈ നോവലിനെ അനുകൂലിച്ച് വലിയൊരു ലേഖനമൊക്കെ എഴുതുകയും അത് ധാരാളമായി പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. അമ്മയ്ക്ക് എഴുതിയ ഒരു കത്തിൽ ബോദ്ലെയർ എഴുതുന്നുണ്ട്, എന്തൊരു ചവറ് നോവലാണ് എഴുതി വെച്ചിരിക്കുന്നത്, വായിച്ചു തീർക്കാൻ പറ്റില്ല എന്ന് അമ്മയ്ക്ക് എഴുതിയ ഒരു കത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പണ്ട് C.H. അച്യുതാനന്ദൻ്റെ ഡയറി കുറിപ്പുകൾ വായിച്ചപ്പോൾ, അച്യുതാനന്ദൻ മരിച്ച് കുറേ കാലം കഴിഞ്ഞപ്പോൾ അച്യുതാനന്ദൻ്റെ ഡയറി കുറിപ്പുകൾ TN ജയേന്ദ്രൻ പബ്ലിഷ് ചെയ്യണ്ടായി, കലാമതി വാരികയിലോ മറ്റോ. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം എഴുതിയേക്കാണ്, ഏതൊരാളുടെ പുസ്തകം ഇന്ന ആളുടെ പുസ്തകം വായിച്ചു, എന്തൊരു ബോറ്, ഇതിനെങ്ങനെ അവതാരിക എഴുതും എന്നൊരു വരിയുണ്ട്. അപ്പോൾ ഞാൻ ആ പുസ്തകത്തിൻ്റെ അവതാരിക ഒന്ന് തപ്പി പിടിച്ച് വായിക്കണം എന്ന് മനസ്സിൽ കരുതിയിരുന്നു, കാരണം എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക എന്നറിയാൻ. എന്തായാലും അങ്ങനെ ഞാൻ പറഞ്ഞത്, ആ കാലത്തത് അങ്ങനെ സാർവത്രികമായി സ്വീകരിക്കപ്പെട്ടൊന്നുമില്ല. വിൽപ്പനയിലൊക്കെ വലിയ വിജയം നേടിയ കൃതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 3,26,000 ഫ്രാങ്ക് കൊടുത്തിട്ടാണ് അതിൻ്റെ വിൽപ്പനാവകാശം ഈ പ്രസാധകൻ നേടിയെടുക്കുന്നത് തന്നെ. ലോക നോവലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിൽപ്പന മൂല്യമുള്ള കൃതിയായിരുന്നു അത്. പക്ഷേ ആ കാലത്ത് അതങ്ങനെ സാർവത്രികമായി സ്വീകരിക്കപ്പെട്ടൊന്നുമില്ല. ഫ്ലോബെയർ പറയുന്നുണ്ട്, നല്ല കഥയുമല്ല നല്ല എഴുത്തുമല്ല എന്ന് ഫ്ലോബെയർ അതിനെ വിലയിരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും 19-ാം നൂറ്റാണ്ടിൽ അത് പ്രവർത്തിച്ചു. അതിന് കാരണം ഞാൻ ഈ പറഞ്ഞതാണ്. അതിന് കാരണം 19-ാം നൂറ്റാണ്ട് 18-ാം നൂറ്റാണ്ടിലെ ജ്ഞാനോദയവും ഫ്രഞ്ച് വിപ്ലവവും 19-ാം നൂറ്റാണ്ടിൽ വികസിച്ചു വന്ന അടിസ്ഥാനപരമായ മാനവിക ബോധവും അത് ആകത്തുകയിൽ ഊറിക്കൂടി നിന്ന് തലമുറകളിലേക്ക് സംക്രമിക്കുന്ന ഒരു സ്ഥാനമായിട്ട് ഈ കൃതി മാറി എന്നതാണ്. അതിൻ്റെ പരിസമാപ്തി വാക്യാണ് നോവലിൻ്റെ അവസാനത്തിൽ ജിൻവാൽജിൻ റാങ്വൽ റാങ് കൊസത്തിനോടും മെരിയൂസിനോടും പറയുന്നത്, ഓൾവേസ് ലവ് ഈച്ച് അതർ, ഓൾവേസ് ലവ്. The only thing that matters in this world is love. ലോകത്ത് പരിഗണനീയമായ ഒറ്റ കാര്യമേ ഉള്ളൂ,
അത് സ്നേഹമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആശാൻ പറഞ്ഞതായിരുന്നു, സ്നേഹം താൻ ജീവിതം, സ്നേഹവ്യാഹതി തന്നെ മരണം. ഇത് യൂഗോയിൻ്റെ ഒരാളുടെ സ്വകാര്യ ബോധ്യം എന്നതിനപ്പുറം ആ 19-ാം നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ടിലായപ്പോഴേക്കും ഇത് ചെതറിപ്പോയി. 20-ാം നൂറ്റാണ്ടാവുമ്പോഴേക്കും 1-ാം ലോകയുദ്ധം വന്നു, 2-ാം ലോകയുദ്ധം വന്നു. ടി.എസ്. എലിയറ്റ് പറയുന്ന പോലെ, മനുഷ്യപുത്ര നിനക്കെന്തറിയാം, നിനക്കറിയുന്നത് ഭഗ്നബിംബങ്ങളുടെ ഒരു കൂമ്പാരം മാത്രം എന്ന് പറയുന്ന നിലയിലേക്ക് ലോകം ചെതറിത്തെറിച്ചു. സൺ ഓഫ് മാൻ, വാട്ട് യു നോ ഓൺലി എ ഹീപ്പ് ഓഫ് ബ്രോക്കൺ ഇമേജസ് എന്ന് എലിയറ്റ് വേസ്റ്റ് ലാൻഡിൽ എഴുതുന്നുണ്ട്. അതൊരു പുതിയ കാലസന്ധിയാണ്. ആ കാലസന്ധിയിൽ ഇത് നിൽക്കുമായിരുന്നില്ല, പക്ഷേ 19-ാം നൂറ്റാണ്ടിൽ ഇത് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, രചനാപരമായി ദുർബലമായിരിക്കുമ്പോൾ പോലും ആ കാലത്തിൻ്റെ ഒരു യുഗചേതനയെ, സീഡ്ഗസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ യുഗചേതനയെ മുഴുവൻ സ്വാംശീകരിക്കുകയും ലോകത്തിൻ്റെ മുഴുവൻ കോണുകളിലേക്കും എത്തിക്കുകയും യോസയുടെ ഭാഷയിൽ ഷേക്സ്പിയർക്ക് ശേഷം 5 ഭൂഖണ്ഡങ്ങളെയും കൂട്ടി വിളക്കിയ ഒരു മഹത്തായ കൃതിയായിട്ടത് മാറുകയും ചെയ്തു. പാവങ്ങളെക്കുറിച്ച് യോസ എഴുതിയ പഠനത്തിൻ്റെ പേര് തന്നെ അസാധാരണമായൊരു പേരാണ് ദ പെർഫെക്റ്റ് ഇമ്പോസിബിലിറ്റി എന്നാണ്. പെർഫെക്റ്റ് ഇമ്പോസിബിലിറ്റി, അസാധ്യത അതിൻ്റെ പരിപൂർണതയിൽ വന്ന ഒരു കൃതിയായിട്ടാണ് വാസ്തവത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഒരു നോവലിനെ പരാജയപ്പെടുത്താൻ പോകുന്ന 2 അടിസ്ഥാന ദൗർബല്യങ്ങൾ ഈ നോവലിലുണ്ട്. ദീർഘവിസ്തൃതമായ പ്രഭാഷണങ്ങൾ ഒരു ഭാഗത്ത്, അവസാനിക്കാത്ത തരം പ്രസംഗങ്ങൾ മറുഭാഗത്ത്, ആയിരക്കണക്കായ സംഭവങ്ങൾ. ഇത് രണ്ടും ഉണ്ടായിട്ടും മന്ദതാളത്തിൽ, ഏതാണ്ട് ഒരു 18 കൊല്ലത്തെ കഥയാണ്. 1815 മുതൽ 1833 വരെയുള്ള ഫ്രാൻസിൻ്റെ കഥയാണ് ഈ നോവലിൻ്റെ ഒരു കഥാ പശ്ചാത്തലം. അത് 3000-ഓളം പേജുകളിൽ പതിയെ വിടർത്തിക്കൊണ്ടുവന്ന് ആ മന്ദതാളത്തിനുള്ളിൽ ഈ ആയിരക്കണക്കായ സംഭവങ്ങളെ വിന്യസിച്ച് ആ കാലത്തിൻ്റെ ചൈതന്യത്തെ മുഴുവൻ സംഗ്രഹിച്ച് ആ നോവലിലേക്ക് കൈമാറുകയാണ് വാസ്തവത്തിൽ യൂഗോ ചെയ്തത്. അങ്ങനെ ചെയ്തതുകൊണ്ടാണ് യൂഗോ ഞാൻ നേരത്തെ പറഞ്ഞ വിശേഷണത്തിലേക്ക് പതിയെ വന്നു കയറിയത്. കാൽപ്പനിക പ്രസ്ഥാനത്തിൻ്റെ, ഫ്രഞ്ച് കാൽപ്പനിക പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരൻ എന്ന നിലയിൽ നിന്ന് 19-ാം നൂറ്റാണ്ടിൻ്റെ മനസ്സാക്ഷി എന്നതിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത്. ഞാൻ സാന്ദർഭികമായിട്ടൊരു കാര്യം കൂടി പറയാം. യൂഗോയുടെ ഈ സമീപന രീതിയോട് വലിയ വിയോജിപ്പ് വച്ചു പുലർത്തിയ ഒരാളായിരുന്നു മാർസ് യൂഗോയുടെ പുസ്തകങ്ങളെക്കുറിച്ചൊരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. മാർസിൻ്റെ അതിപ്രധാനമായൊരു ചരിത്ര ഗ്രന്ഥം ഉള്ളത് 18th ബ്രൂമയർ ഓഫ് ലൂയി ബോണപ്പാർട്ട് എന്നു പേരായ ഒരു പഠനമാണ്. 1852 മാർസ് അത് എഴുതിയത്. അത് യൂഗോ ആരധികാരത്തിൽ വന്നതിൽ പ്രതിഷേധിച്ചാണോ പാരീസ് വിട്ടുപോയത്, 20 കൊല്ലം പുറത്ത് താമസിച്ചത്, അതേ ലൂയി ബോണപ്പാർട്ടിനെ മുൻനിർത്തിയിട്ടാണ് മാർസ് എഴുതുന്നത്. മാർസിൻ്റെ അതിപ്രസിദ്ധങ്ങളായ ചില ഒബ്സർവേഷൻസ് അത് ആ കൃതിയിലാണ്. ആ കൃതിയുടെ തുടക്കത്തിലാണ് അദ്ദേഹം പറയുന്നത്, ഹെഗൽ സെയ്സ് ഹിസ്റ്ററി റിപ്പീറ്റ്സ്, ഹി ഫോർഗെറ്റ്സ് ടു ആഡ് ഫസ്റ്റ് ആസ് ട്രാജഡി ദെൻ ആസ് ഫാൾസ്. ഹെഗൽ പറയുന്നു ചരിത്രം ആവർത്തിക്കുന്നു എന്ന്. പക്ഷെ ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ മൂപ്പര് മറന്നുപോയി, ആദ്യം ദുരന്തമായും പിന്നെ പ്രഹസനമായും. ആദ്യം ദുരന്തമായി നെപ്പോളിയൻ വന്നു, പിന്നെ കോമാളി വേഷത്തിൽ ലൂയി നെപ്പോളിയൻ വന്നു. ഈ ലൂയി നെപ്പോളിയൻ്റെ വരവ് ചരിത്രത്തിലൊരു കോമാളിത്തരാണ് എന്ന് പറഞ്ഞ്, എന്നിട്ട് എന്തുകൊണ്ട് ഇയാൾക്ക് ഈ പറയുന്ന സവിശേഷമായൊരു പ്രാധാന്യം വന്നു? മാർസിൻ്റെ യൂഗോ വിമർശനം ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹം പറയുന്നത്, ഈ ലൂയി നെപ്പോളിയനെ വർഗപരവും സാമൂഹികവുമായ ചരിത്രപരമായൊരു അടിസ്ഥാനത്തിൽ നോക്കാതെ വ്യക്തിപരമായൊരു തലത്തിൽ മാത്രം നോക്കിയതുകൊണ്ട് ചരിത്രത്തിലെ ഒരു കോമാളിയെ ഒരു മഹാപുരുഷൻ്റെ വലിപ്പത്തിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു സമീപനം യൂഗോയ്ക്ക് ഉണ്ടായി എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഇയാൾക്ക് സാന്ദർഭികമായി വന്നുപെട്ട ഒരു പദവിയാണ്. സാന്ദർഭികമായി വന്നുപെട്ട ആ പദവിയെ അയാളുടെ വ്യക്തിഗതമായൊരു മഹിമ പോലെയോ വലിപ്പം പോലെയോ അവതരിപ്പിക്കുന്ന രീതി യൂഗോയുടെ വിശകലന രീതിയിലുണ്ട്. അതുകൊണ്ട് യൂഗോയുടെ വിശകലന രീതിയോടുള്ള അടിസ്ഥാനപരമായൊരു വിയോജിപ്പ് മാർസ് അക്കാലത്ത് പറയുന്നുണ്ട്. എങ്കിലും മാർസിൻ്റെ വിയോജിപ്പുകളെ, ഗോൺകോർ ബ്രദേഴ്സിൻ്റെ വിമർശനങ്ങളെ, ഫ്ലോബേറിൻ്റെ വിമർശനത്തെ, അല്ലെങ്കിൽ അങ്ങനെ ധാരാളം പേരുടെ വിമർശനങ്ങളെ ഒക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് യൂഗോ വലിയ ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസ സാക്ഷ്യം പോലെ ലോകത്ത് നിൽക്കുകയും അദ്ദേഹം 19-ാം നൂറ്റാണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ എഴുത്തുകാരിൽ ഒരാളായിട്ട്, ഒരുപക്ഷെ 20 ലക്ഷം പേർ നേർക്ക് നേരെ പങ്കെടുക്കുന്ന ഒരു ശവസംസ്കാര ചടങ്ങ് മറ്റേതെങ്കിലും ഒരു എഴുത്തുകാരന് കൈവന്നിട്ടുണ്ടോ എന്നത് സംശയമാണ്. അത് ആ കാലത്തിൻ്റെ ഒരു ജീവിത ബോധ്യം മുഴുവൻ ആ നോവലിൽ ഊറിക്കൂടിയത് കൊണ്ടുമാണ്. ആ ബോധ്യത്തെ ഒറ്റ വാക്യത്തിൽ സംഗ്രഹിച്ചതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഓൾവേസ് ലവ് ഈച്ച് അതർ എന്നത്. കാരണം സ്നേഹം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ കാറ്റഗറിയാണ് എന്നത് യൂഗോ ലോകത്തോട് ഈ ഭാഷയിലൊന്നും അല്ലെങ്കിലും അത് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട്
that condition in which happiness of another person is essential for one's own. എൻ്റെ ആനന്ദത്തിൻ്റെ ആധാരമായിരിക്കാൻ നിങ്ങളുടെ ആനന്ദം അനിവാര്യമായിരിക്കുന്നു എന്നതാണ് സ്നേഹം. അതുകൊണ്ട് ഞാൻ സ്നേഹത്തിൽ ആനന്ദം അനുഭവിക്കുന്നെങ്കിൽ സംശയരഹിതമായും മറ്റാരോ കൂടി ആനന്ദിക്കുന്നുണ്ട്. അങ്ങനെ ലോകത്തിലേക്ക് ആനന്ദത്തെ വിനിമയം ചെയ്യുന്ന മനുഷ്യാനുഭൂതിയുടെ ഏറ്റവും കാതലായ മൂല്യമാണ് ഈ സ്നേഹം എന്നത്. ആശാൻ പറഞ്ഞത് വെറുതെ അല്ല, സ്നേഹം താൻ ജീവിതം ശ്രീമൻ. ഒരു കാര്യം കൂടി ഞാൻ പറയാട്ടോ, ഇന്ത്യ കണ്ട ഏറ്റവും റാഡിക്കലായ പൊളിറ്റിക്കൽ ഫിലോസഫർ അംബേദ്കർ ആണെങ്കിലും അംബേദ്കർ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തുന്ന പൊസിഷൻ ഈ സ്നേഹമാണ്. അതിന് അദ്ദേഹം വിളിച്ചത് മൈത്രി എന്നാണ്. ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ എന്ന കൃതിയിൽ അവസാനം അദ്ദേഹം എഴുതുന്നുണ്ട്, വാസ്തവത്തിൽ മൈ ഫിലോസഫി ഒറിജിനേറ്റ്സ് ഫ്രം ഫ്രഞ്ച് ഫിലോസഫി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഫ്രഞ്ച് ചിന്തയിൽ നിന്നാണ് ഞാൻ എൻ്റെ ആശയങ്ങളെ രൂപപ്പെടുത്തിയത്. പക്ഷേ യഥാർത്ഥത്തിൽ അവയുടെ വേര് ഫ്രഞ്ച് വിപ്ലവമോ ഒന്നുമല്ല, അത് ബുദ്ധനാണ് എന്ന് അദ്ദേഹം പറയും. എന്നിട്ട് അദ്ദേഹം പറയും, സാഹോദര്യം എന്ന വാക്ക് പോരാ, കാരണം സാഹോദര്യം മാനുഷികമാണ്, മൈത്രി പ്രാപഞ്ചികമാണ്. സാഹോദര്യം മനുഷ്യർക്കിടയിലുള്ളൊരു ഏർപ്പാടാണ്. നിങ്ങളൊരു കിളിയോട് സാഹോദര്യ ഭാവനയില്ല, മൈത്രി പ്രാപഞ്ചികമാണ്. മൈത്രിയെ 4 വാക്യങ്ങളിൽ ആ കൃതിയിൽ അംബേദ്കർ സംഗ്രഹിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: എല്ലാറ്റിനോടുള്ള നിരുപാധികമായ സ്നേഹം, സർവ്വതിലേക്കുമുള്ള തുറസ്, തനിക്ക് കൈവന്ന ആഹ്ലാദം സമസ്ത ജീവജാലങ്ങൾക്കും കൈവരണമെന്ന സമർപ്പണഭാവം, അവസാനത്തേത് ആരോടുമുള്ള വെറുപ്പില്ലായ്മ. ഈ 4 മൂല്യങ്ങളാണ് മൈത്രി. ഇതല്ലേ വേണ്ടത്? ഈ മൈത്രിയെ അംബേദ്കർ എഴുതുന്നതിന് മുമ്പ് മലയാളത്തിലൊരു കവി എഴുതി കേട്ടോ. അദ്ദേഹത്തിൻ്റെ പേര് കുമാരനാശാൻ എന്നാണ്. ചണ്ടാലഭിഷികയിൽ ആശാൻ എഴുതുന്നുണ്ട്, എന്താണ് മൈത്രി? അമ്മതൻ നെഞ്ഞു ഞരമ്പിൽ തങ്ങി ചെമ്മേ ചെഞ്ചോരയെ തന്നെ അമ്മിഞ്ഞത്തൂ അമൃതാക്കും മൈത്രി എന്ന് പറയും. മുലപ്പാലായി വരുന്നത് ചോരയാണ്. ചോരയെ മുലപ്പാലാക്കുന്നത് എന്താണ്? അത് സ്നേഹമാണ്. അതാണ് മൈത്രി. അത് സാർവത്രികമാണ്. ഇങ്ങനെ സാർവത്രികമായൊരു മൈത്രിബോധം, ഞാൻ പറയുന്നത് ജാതിക്കെതിരെ കുമാരനാശാൻ സ്നേഹത്തെയും പിന്നീട് മൈത്രിയെയും എങ്ങനെയാണോ അംബേദ്കർ പിന്നീട് മൈത്രിയെയും കണ്ടത്, ഇതുപോലെ സാമൂഹ്യ നീതിയുടെ ഒരടിസ്ഥാന തത്വമായി സ്നേഹത്തെ കണ്ടു എന്നിടത്താണ് 19-ാം നൂറ്റാണ്ടിൻ്റെ ഹൃദയമൂല്യമായി ഈ നോവല് മാറിത്തീർന്നത്. വാസ്തവത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞത് അവസാനിപ്പിക്കാം. ഇത് എത്ര നേരം വേണമെങ്കിലും പറയാവുന്ന അത്രമേൽ നമ്മെ പ്രചോദിപ്പിക്കാൻ കെൽപ്പുള്ളൊരു കൃതിയാണ്. അതുകൊണ്ട് ഒരു കാര്യം കൂടി, മലയാളത്തിലെ പാവങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് കൂടി ചിലത് പറഞ്ഞ് അവസാനിപ്പിക്കാം. 1925 ഇത് വിവർത്തനം ചെയ്യുന്നത്. നാലപ്പാട്ട് നാരായണ മേനോൻ അങ്ങനെ വലിയൊരു ഇംഗ്ലീഷ് പണ്ഡിതനൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന് ഡിക്ഷണറിയൊക്കെ വായിച്ചാണ് അദ്ദേഹം ഇത് വായിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ വായിച്ച് അദ്ദേഹം ഉണ്ടാക്കിയ ഈ വിവർത്തനം മലയാളത്തിൻ്റെ നോവൽ ഭാവനയെ മാറ്റിമറിച്ചു. പാവങ്ങൾക്ക് മുമ്പും പിമ്പും എന്ന് പറയാവുന്ന മട്ടിൽ മലയാളത്തിൻ്റെ നോവൽ മാറിപ്പോയി. 1925 1-ാം വള്ളിയം, 27 2-ാം വള്ളിയം, 28 3-ാം വള്ളിയം, 3 വള്ളിയങ്ങളായിട്ട് ഏതാണ്ട് 3000-നടുത്ത് പുറങ്ങളുള്ള ഒരു പുസ്തകമായിട്ടാണ് അത് പുറത്തു വന്നത്. ഒരു കാര്യം കൂടി ഓർക്കണം കേട്ടോ, അത് പ്രസിദ്ധീകരിക്കാൻ അന്ന് ആരും ഉണ്ടായിട്ടില്ല. വാസ്തവത്തിൽ 3,20,000 ഫ്രാങ്ക് യൂഗോയ്ക്ക് കിട്ടിയെങ്കിലും ഈ പാവങ്ങൾ വിവർത്തനം ചെയ്യുന്ന നാലപ്പാടന് ഇത് പ്രസിദ്ധീകരിക്കാൻ ഒരു പ്രസാധകനെയും കിട്ടിയില്ല. അവസാനം വള്ളത്തോൾ നാരായണ മേനോൻ ഈ കൃതിയുടെ വലിപ്പം എങ്ങനെയോ മനസ്സിലാക്കിയിട്ട്, വള്ളത്തോളിന് ഇംഗ്ലീഷൊന്നും അറിഞ്ഞുകൂടായിരുന്നു, പക്ഷേ നാലപ്പാടൻ ഇതിൻ്റെ കഥ പറഞ്ഞു കൊടുത്തപ്പോൾ ഇത് വളരെ മഹത്തായൊരു സംഭവമാണ് എന്ന് വള്ളത്തോളിൽ എങ്ങനെയോ തോന്നുകയും അദ്ദേഹത്തിൻ്റെ കൂടി പ്രേരണ കൊണ്ടാണ് നാലപ്പാടൻ ഇത് പൂർത്തിയാക്കിയതെന്നാണ് കരുതുന്നത്. 1916 നാലപ്പാടൻ ഇതിൻ്റെ വിവർത്തനം തുടങ്ങിയിട്ടുണ്ട്. 25-ലാണ് 1-ാം വോള്യം വരുന്നത്. 10 കൊല്ലത്തോളം എടുത്തു അത്. അങ്ങനെ പൂർത്തിയാക്കിയ വിവർത്തനം അദ്ദേഹം പല സ്ഥലത്തും പ്രസാധനത്തിനായി കൊണ്ടുപോയി. ആരും പ്രസിദ്ധീകരിക്കാൻ തയ്യാറായില്ല. ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ മലയാള പ്രസാധനമൊക്കെ വളരെ പരിമിതമായ സാധ്യത മാത്രമുള്ള ഒന്നായിരുന്നു. അവസാനം വള്ളത്തോൾ ചെയ്തത്, മംഗളോദയം പ്രസ്സിൽ താൻ അതുവരെ എഴുതിയ മുഴുവൻ കൃതികളുടെയും പകർപ്പവകാശം മംഗളോദയം പ്രസ്സിന് പണയമായി കൊടുത്ത് ആ പണയത്തിൻ്റെ ബലത്തിലാണ് പാവങ്ങൾ അച്ചടിപ്പിച്ചത്. വള്ളത്തോളിൻ്റെ ഒരു വലിപ്പത്തെ കൂടി നമ്മൾ വാസ്തവത്തിൽ പാവങ്ങളെക്കുറിച്ച് ഓർക്കണം. താൻ ഇക്കാലം വരെ എഴുതിയ മലയാളത്തിൽ ഏറ്റവും വിൽക്കപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ്. മലയാളത്തിൽ ഏറ്റവും ഒരു ബെസ്റ്റ് സെല്ലർന്നോ മലയാളത്തിൻ്റെ സാഹിത്യ നായകത്വം കൈയാളുന്ന ഒരാളാണെന്ന് വള്ളത്തോൾ
തൻ്റെ എല്ലാ കൃതികളുടെയും പകർപ്പവകാശം ഒരു വിവർത്തനത്തിൻ്റെ പ്രസിദ്ധീകരണത്തിന് വേണ്ടി പണയം വയ്ക്കാനുള്ള ഒരു ആത്മബലം ഒരു കാലത്ത് വള്ളത്തോളിനുണ്ടായിരുന്നു എന്നതും കൂടി വാസ്തവത്തിൽ ഓർക്കണം. വള്ളത്തോൾ വലിയ ആത്മബലമുള്ള ഒരാളായിരുന്നു കേട്ടോ. നമുക്കിന്ന് എഴുത്തുകാർക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത പലതും വള്ളത്തോൾ ചെയ്യുന്നുണ്ട്. കലാമണ്ഡലത്തിൻ്റെ ജൂബിലിക്ക് 25ാം വാർഷികത്തിന് സ്വാതന്ത്ര്യം കിട്ടി കുറച്ച് കാലം കഴിയുമ്പോഴാണ്. അപ്പോൾ നെഹ്റു ആണ് വന്നത്. നെഹ്റു വന്നു, വേദിയിൽ കസേരയൊക്കെ ഇട്ടിരിക്കുന്നു. വള്ളത്തോളാണല്ലോ സ്വാഭാവികമായിട്ടും അധ്യക്ഷനായിരിക്കുക. അപ്പോൾ വേദിയിൽ പ്രധാനമന്ത്രിയാണ്. വേദിയിൽ വലിയൊരു കസേരയുണ്ട്, പിന്നെ ശരാശരി കസേരകൾ കുറേ ഉണ്ട്. ഇപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ. ഒരു വലിയ കസേര നടുക്കുണ്ടാവും, പിന്നെ കുറച്ച് ഡൂക്കളി കസേരകളും ഉണ്ടാവും. നിങ്ങളൊരു ഡൂക്കളിയാണെന്നാണ് അതിൻ്റെ ആദ്യത്തെ അർത്ഥം. അങ്ങനെയാണ്. അങ്ങനെ ഒരു കസേര നടുക്ക് പ്രമാണിക്കുണ്ട്, ബാക്കി കുറേ ചെറിയ കസേരകളുണ്ട്. നെഹ്റുവും വള്ളത്തോളും കൂടി സ്റ്റേജിലേക്ക് കയറിയിട്ട് ആ വലിയ കസേരയിൽ വള്ളത്തോളിരുന്നു. നെഹ്റുവിനേക്കാൾ എന്തെങ്കിലും കുറവ് മൂപ്പർക്കുണ്ടെന്ന് മൂപ്പർ ഒരിക്കലും കരുതിയിട്ടില്ല. അതുകൂടിയായിരുന്നു വള്ളത്തോള്. വലിയ കാര്യങ്ങളാണ്, നമ്മളിപ്പോൾ ഓർക്കില്ല. രാമായണം വിവർത്തനം ചെയ്ത് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് വള്ളത്തോളിന് ചെവിടുകയൊക്കെ ഉണ്ടായത്. ബധിരവിലാപം ഒക്കെ അപ്പം എഴുതുന്നതാണ്. അപ്പം അന്ന് വലിയ യാഥാസ്ഥിതികത്വത്തിൻ്റെ കാലമാണല്ലോ. ഇതൊന്നും നാട്ടുഭാഷയിൽ എഴുതിക്കൂടാന്നാണ്. അപ്പോൾ രാമായണം വിവർത്തനം ചെയ്തതിൻ്റെ ദൈവകോപമാണ് വള്ളത്തോളിൻ്റെ ചെവിട് കേൾക്കാണ്ടായത് എന്ന് യാഥാസ്ഥിതികർ അന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് വള്ളത്തോൾ അറിഞ്ഞപ്പോൾ വള്ളത്തോൾ അതിനോട് പ്രതികരിച്ചത്, രാമായണം വിവർത്തനം ചെയ്തിട്ട് ചെവിട് കേൾക്കാണ്ടായെങ്കിൽ ഞാൻ ഋഗ്വേദം വിവർത്തനം ചെയ്യാൻ പോവാണ് എന്നാണ്. എന്നിട്ട് അദ്ദേഹം ഋഗ്വേദം വിവർത്തനം ചെയ്തു, സ്വന്തം നിലയ്ക്ക് അച്ചടിപ്പിച്ചു, നാട്ടുകാരെ കൊണ്ടൊക്കെ അത് വാങ്ങിപ്പിച്ചു. ഇതൊന്നും ആളുകൾക്ക് ആവശ്യമുണ്ടായിട്ടില്ല, മൂപ്പരെ പേടിച്ച് വാങ്ങും. PS വാര്യർക്ക് 5 കോപ്പി കൊടുത്തു എന്നാണ് കഥ. വൈദ്യശാലയുടെ ഉടമയായ വാര്യർക്ക് ഒന്ന്, തൻ്റെ സുഹൃത്തായ വാര്യർക്ക് വേറൊന്ന്, അങ്ങനെ ഓരോ അക്കൗണ്ടിൽ 5 കോപ്പി PS വാര്യർക്ക് മാത്രം കൊടുത്തു. വാര്യർ അത് വായിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞത് വലിയൊരു കാലമാണതല്ല. ആ മനുഷ്യരൊക്കെ സഹിച്ച അധ്വാനവും അവരെടുത്ത പ്രയത്നവും ഒക്കെ നമ്മളിപ്പോൾ ഓർക്കുന്നു പോലുമില്ല. ഇപ്പോൾ ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള എന്ന് പറയുന്ന ഒരാളുണ്ട്. 22 കൊല്ലക്കാലം സമ്പൂർണമായി പണിയെടുത്തുണ്ടാക്കിയ പുസ്തകമാണ് ശ്രീകണ്ഠേശ്വരത്തിൻ്റെ ശബ്ദധാരാവലി. എൻ്റെ 2ാം പതിപ്പിൻ്റെ ആമുഖത്തിൽ ശ്രീകണ്ഠേശ്വരം ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, സുഖം എന്ന വാക്ക് ഈ നിഘണ്ടുവിലുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇനി ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു നിഘണ്ടു ആരെങ്കിലും മലയാളത്തിൽ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് പണ്ഡിതന്മാർ ഒരുമിച്ചിരുന്ന് ഏറെക്കാലം പണിപ്പെട്ടാൽ മാത്രമേ കഴിയൂ. അല്ലാത്തതെല്ലാം ഇതിൻ്റെ പകർപ്പുകൾ മാത്രമായിരിക്കും. 100 കൊല്ലമായിട്ടും ഈ പകർപ്പിനപ്പുറത്തേക്ക് നമ്മൾ പോയിട്ടില്ല, ഒറ്റയ്ക്കൊരാൾ. അങ്ങനെ എന്തെല്ലാം മനുഷ്യർ ചെയ്തു. ഞാൻ പറയണത്, നമ്മളിന്ന് നമ്മളുടെ അഭിമാനം, നമ്മുടെ സംസ്കാരം, നമ്മുടെ മഹത്വം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ സഹിച്ച് ജീവിച്ച കുറേ മനുഷ്യരുണ്ട്. അങ്ങനെ കുറേ മനുഷ്യർ. ഇപ്പം കേസരി ഡയറി കുറിപ്പിൽ ഒരിടത്ത് എഴുതിയിട്ടുണ്ട്. കേസരിയുടെ മകൾ 9ാം വയസ്സിൽ മരിച്ചുപോയ ഒരു കുഞ്ഞാണ്. കേസരി അതേക്കുറിച്ച് എഴുതുന്നൊരു വാക്യം, എൻ്റെ മകളെ ഞാൻ നിറഞ്ഞ ഹൃദയത്തോടെ ആദ്യമായി ചുംബിച്ചത് അവളുടെ തണുത്തു മരവിച്ച ജഡത്തിന്മേലാണ്. ഒരു വാക്യം കൂടിയുണ്ട്, ഈ ലോകത്തെ മുഴുവൻ സ്നേഹിച്ചിരുന്നത് കൊണ്ട് എൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും ഞാൻ പ്രത്യേകമായി സ്നേഹിച്ചിട്ടില്ല. കുട്ടികൃഷ്ണമാരാർ ഭാര്യയ്ക്ക് എഴുതിയ കത്തിൽ പറയുന്നുണ്ട്, എനിക്കിവിടെ നിലപ്പാടൻ്റെ വീട്ടിലെ കണക്കൊക്കെ ആയിട്ടാണല്ലോ, എനിക്കിവിടെ സുഖം തന്നെ, അവിടുത്തെ കാര്യം ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ പറയണ ഇങ്ങനെ ഒരു സഹനത്തിൻ്റെ കഥയുണ്ട്. അതിനിടയിലാണ് താൻ ഉണ്ടാക്കിയത് മുഴുവൻ പണയം വെച്ചിട്ട് പാവങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. പാവങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ട സമയത്ത് മലയാളത്തിൽ വലിയൊരു സംഭവമൊന്നും ആയില്ല എന്ന് മനസ്സിലാക്കാൻ പാവങ്ങളുടെ 2ാം പതിപ്പ് വരുന്നത് 1950കളിലാണ്. 1ാം പതിപ്പ് 1925 വന്ന് ഏതാണ്ട് 1/4 നൂറ്റാണ്ടിനപ്പുറത്താണ് 2ാം പതിപ്പ് വരുന്നത്. മാതൃഭൂമി പതിപ്പാണ് അതാണിപ്പോൾ നമ്മുടെ കയ്യിലുള്ള പതിപ്പ്. ആദ്യം മംഗളോദയാണത് പ്രസിദ്ധീകരിക്കുന്നത്. ഇതിനിടയിൽ പക്ഷേ പാവങ്ങൾ മലയാളത്തിൽ പ്രവർത്തിച്ചു. ആ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മലയാളത്തിലെ സാഹിത്യഭാവനയുടെ ഏറ്റവും വിപരീത സ്ഥാനങ്ങളിൽ നിന്ന 2 പേർ പാവങ്ങളെ പക്ഷേ തങ്ങളുടെ ജീവിതബോധ്യത്തിൻ്റെ കേന്ദ്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതിലൊന്ന് EMS ആണ്, മറ്റൊരാൾ കുട്ടിക്കൃഷ്ണമാരാരാണ്. നിങ്ങൾക്കറിയാമല്ലോ, കുട്ടിക്കൃഷ്ണമാരാരാണ് മലയാളത്തിലെ പുരോഗമന സാഹിത്യം എന്ന ആശയത്തിൻ്റെ എക്കാലത്തെയും വലിയ ശത്രു. മാരാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, കണ്ടെടുത്ത് വെച്ച് എതിർക്കണമെന്ന് ഞാൻ തീരുമാനിച്ചൊരു പ്രസ്ഥാനമാണ് എന്നാണ്. അത് മൂപ്പര് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു കാര്യമില്ലെങ്കിലും മൂപ്പര് പുരോഗമന സാഹിത്യത്തെ 4 ചീത്ത പറയാൻ അവസരം കിട്ടിയാൽ അതുകൂടി പറഞ്ഞിട്ട് അവസാനിക്കുള്ളൂ. ഇപ്പോൾ
നമ്മുടെ വൈലോപ്പിള്ളിയുടെ കന്നിക്കൊയ്ത്തിന് എഴുതിയ അവതാരികയിൽ മാമ്പഴം കവിതയെക്കുറിച്ചൊക്കെ അത്യാവശ്യം നല്ല കാര്യം പറഞ്ഞിട്ട് അവസാനം ഒരു വാക്യം കൂടിയുണ്ട്. ഈ കവിതയിലെ അമ്മ 1 റുപ്യ വരുമാനക്കാരിയാണോ 10 റുപ്യ വരുമാനക്കാരിയാണോ എന്ന് അറിഞ്ഞിട്ട് വേണം ഈ കവിത ആസ്വദിക്കാൻ എന്ന് കരുതുന്ന ഒരു കൂട്ടരുണ്ട്. അവരെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്? ഒരു കാര്യമില്ല. അതൊന്നും അവിടെ പറയേണ്ട യാതൊരു കാര്യമില്ല. ആ കവിതയുടെ പ്രശ്നമല്ല. എങ്കിലും പുരോഗമന സാഹിത്യത്തെ 4 ചീത്ത പറയണം എന്നുള്ളത് മൂപ്പരുടെ ഒരു ജീവിതപ്രദമായിരുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് നിന്ന ആളാണ്. അതുകൊണ്ട് എവിടെ അവസരം കിട്ടിയാലും മാരാർ പുരോഗമന സാഹിത്യത്തെ എതിർക്കും. 1937 ജീവൽ സാഹിത്യം എന്ന ആശയം അവതരിപ്പിച്ച് പിന്നെ പുരോഗമന സാഹിത്യം എന്ന നിലയിലേക്ക് അതിനെ വളർത്തി അതിൻ്റെ ആശയങ്ങൾ മുഴുവൻ വിശദീകരിച്ച ഒരാളാണ് EMS. അതുകൊണ്ട് ഒരുപക്ഷെ ഒരു കാലത്തിൻ്റെ സാഹിത്യ വീക്ഷണത്തിൻ്റെ 2 അറ്റങ്ങളാണ്, വിപരീത ധ്രുവങ്ങൾ എന്ന് സംശയമില്ലാതെ പറയാവുന്ന 2 സ്ഥാനങ്ങളാണ് മാരാരുടെയും EMSൻ്റെയും. EMS പാവങ്ങളെക്കുറിച്ച് പറഞ്ഞ ഒരു വാക്യം, ഒരു നൂറ്റാണ്ടിന് മുമ്പ് യൂറോപ്പിലാകെ അടിച്ചു കയറിയതും ഇന്ത്യയിലേക്ക് അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നതുമായ സമഗ്ര വിപ്ലവത്തിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ട കൃതിയാണ് പാവങ്ങൾ എന്നാണ്. കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനത്തെ വളർത്താൻ അത് വളരെ കൂടുതൽ ഉപയുക്തമായി എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹം സ്വന്തം അനുഭവം എന്ന നിലയ്ക്ക് സമുദായ പ്രവർത്തനത്തിലേക്ക് വരുന്ന ഘട്ടത്തിലൊക്കെ തന്നെ വിപ്ലവപരമായൊരു ജീവിതബോധത്തിലേക്ക് കൊണ്ടുപോയത് സംഘടനാ പ്രവർത്തനത്തെക്കാളൊക്കെ കൂടുതലായി നാലപ്പാടിൻ്റെ വിവർത്തനമാണ്. ഇങ്ങനെ ആഗോള വിപ്ലവത്തിൻ്റെ ചൈതന്യത്തെ ഇന്ത്യൻ സന്ദർഭത്തിലേക്കും കേരളീയ ജീവിതത്തിലേക്കും കൊണ്ടുവന്നെത്തിച്ച ഒരു കൃതി എന്ന നിലയ്ക്ക് നവോത്ഥാന ഭാവനയുടെ ഹൃദയം എന്ന നിലയിലാണ് EMS പാവങ്ങളെ കാണുന്നത്. മാരാര് പാവങ്ങളെക്കുറിച്ച് എഴുതിയതും ഞാനിവിടെ വായിക്കാം. പാവങ്ങളിലെ നായകനെ നോക്കൂ. ആ വിധമുള്ള ഒരു നീച കഥാപാത്രത്തിൽ പോലും സത്യനിഷ്ഠനും ഭൂതാനുകമ്പിയുമായ ഒരു മഹാനെ, ഡീല മെത്രാൻ്റെ ഉത്തമ ശിഷ്യനെ, ക്രിസ്തു പാരമ്പര്യത്തിലുള്ള ദുർലഭ വ്യക്തിയെ ആവിഷ്കരിക്കുകയാണല്ലോ വിക്ടോർ ഹ്യൂഗോ ചെയ്തിട്ടുള്ളത്. അതാണ് ആ കാവ്യത്തിൻ്റെ ഉത്കർഷത്തിനുള്ള പരമാവധി. എന്താണ് പാവങ്ങൾ ചെയ്തത്? ഏറ്റവും താഴെ കിടക്കുന്ന മനുഷ്യനിലും മനുഷ്യ മഹത്വത്തിൻ്റെ ഒരു വലിയ പ്രകാശത്തെ അത് കോരി നിറയ്ക്കുന്നു. മാരാര് പിന്നെ എഴുതുന്നു, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്നേഹമാണ് ലോകജീവിതത്തിലെ ശാശ്വത മൂല്യം. ആ സ്നേഹത്തിനാകട്ടെ ഒരൊറ്റയാളെയെങ്കിലും ഉള്ളഴിഞ്ഞു സ്നേഹിക്കലിൽ നിന്ന് തുടങ്ങി ലോകര മുഴുവൻ സർവപ്രാണികളെയും സ്നേഹിക്കാൻ സാധിക്കുന്നത് വരെയുള്ള സുവിശാല ദീർഘമായ ഒരു പുരോഗതി മാർഗമാണ് ഉള്ളത്. എന്താണ് ജീവിതത്തിൻ്റെ സമസ്താർത്ഥം? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്നേഹമാണ്. മാരാരുടെ ഭാരതപര്യം വായിച്ചാൽ അവസാന അധ്യായത്തിൽ, ധർമ്മപരീക്ഷകൾ എന്ന അധ്യായത്തിൽ മാരാരിത് പറയുന്നുണ്ട്. മഹാഭാരതം ഒരു ദുരന്തകാവ്യമാണ്, സാർവത്രികമായ നാശത്തിൻ്റെ വിഷാദമാണ് അതിലുള്ളതെങ്കിലും അതിൽ സ്നേഹത്തിൻ്റെ ഒരു ജ്വാല കത്തിച്ചു വയ്ക്കാൻ വ്യാസൻ മറന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. വ്യാസൻ മറന്നിട്ടില്ല എന്നുള്ളത് വാസ്തവത്തിൽ മാരാരുടെ ഒരു വാദമാണ്. ആ മഹാഭാരതം മുഴുവൻ വായിച്ച ഒരാൾക്കറിയാം, ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ അത് സർവനാശത്തിൻ്റെ കഥയാണ്. ബാലകൃഷ്ണന് കൊടുക്കുന്നൊരു പേരുണ്ട്, കേവല നിരർത്ഥകതയുടെ ഭാവചിത്രം എന്നാണ് മഹാഭാരതത്തെ. അല്ലാതെ അത് വിജയഗാഥയൊന്നുമല്ല, സമ്പൂർണമായ നാശത്തിൻ്റെ കഥയാണ് മഹാഭാരതം പറയുന്നത്. മാരാര് പക്ഷെ അതിലൊരു സ്നേഹമൂല്യത്തെ കാണുന്നുണ്ട്. അത് മഹാഭാരതത്തിൽ മാത്രമല്ല, മനുഷ്യ ജീവിതത്തിലുടനീളമുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്നേഹമാണ് ലോകജീവിതത്തിലെ ശാശ്വത മൂല്യം. ആ സ്നേഹത്തിനാകട്ടെ, ആ സ്നേഹം എവിടം മുതൽ എവിടം വരെ പോകാം. ഒരൊറ്റയാളെയെങ്കിലും ഉള്ളഴിഞ്ഞ് സ്നേഹിക്കലിൽ നിന്ന് തുടങ്ങി ലോകര മുഴുവൻ സർവപ്രാണികളെയും സ്നേഹിക്കാൻ സാധിക്കുന്നത് വരെയുള്ള സുവിശാല ദീർഘമായ ഒരു പുരോഗതി മാർഗമാണ്. ഈ പുരോഗതി മാർഗത്തെയാണ് 1915 നാരായണ ഗുരു ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന് എഴുതിയത്. അങ്ങനെ കൂടി വായിച്ചാലേ ഇത് വലിപ്പം മനസ്സിലാവുള്ളൂ. ഈ പുരോഗതി മാർഗത്തെയാണ് സർവചരാചരങ്ങളോടുമുള്ള നിരുപാധികമായ സ്നേഹം, ആരോടുമുള്ള വെറുപ്പില്ലായ്മ എന്ന് 1955 അംബേദ്കർ ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ എന്ന കൃതിയിൽ എഴുതുന്നത്. ഞാൻ പറഞ്ഞു തന്നെ പോയിന്റ് എന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് മാരാർക്കും EMSനും ഒരുപോലെ ഈ കൃതി സ്വീകാര്യമായത്? ഒരുപക്ഷെ ഇതിന് രണ്ടിനുള്ള ഉത്തരം പറഞ്ഞത് ഇവർ രണ്ടുപേരുമല്ല, അത് കെ ദാമോദരനാണ്. ദാമോദരൻ മാരാരുടെ ഈ വാദഗതിയെ സ്പർശിച്ചുകൊണ്ട് പറയുന്നൊരു കാര്യം,
മാരാര് സ്നേഹമാണ് ഈ കൃതിയുടെ കാതൽ എന്ന് പറയുന്നു. അതത്രയും ശരിയാണ്. പക്ഷെ മാരാര് കാണാത്തൊരു കാര്യമുണ്ട്. ആ സ്നേഹം ഒട്ടും സ്വകാര്യമല്ല, ആ സ്നേഹം ഒട്ടും വ്യക്തിപരമല്ല, ആ സ്നേഹം ഒരാൾക്കൊരാളോട് തോന്നുന്ന തികച്ചും വൈയക്തികമായ ഒന്നല്ല, മറിച്ച് സാമൂഹ്യ അനീതികൾക്കെതിരെ, അസമത്വത്തിനെതിരെ, അസ്വാതന്ത്ര്യത്തിനെതിരെ മനുഷ്യവംശത്തിന് ഉയർത്തിപ്പിടിക്കാവുന്ന ഏറ്റവും ദീപ്തമായ ഒന്നായി സ്നേഹമെന്ന മൂല്യത്തെ പ്രകാശിപ്പിച്ചിടത്താണ് ഈ യൂഗോയിൻ്റെ സ്നേഹം നിലനിൽക്കുന്നത്. അഥവാ സ്നേഹം അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിപ്ലവപരമായ പരിവർത്തനത്തിൻ്റെ ഒരാന്തരിക ശേഷിയായിട്ട് മാറിത്തീർന്നിരിക്കുന്നു. ആ വിപ്ലവപരമായ പരിവർത്തനത്തിൻ്റെ ശേഷിയായതുകൊണ്ടാണ് യൂറോപ്പിലാകെ അലയടിച്ച സമഗ്ര വിപ്ലവത്തിൻ്റെ ആത്മാവാണ് ഈ കൃതിയെന്ന് EMS ഒരു ഭാഗത്തും, ഏറ്റവും നീചനായ ഒരു മനുഷ്യനെ പോലും അന്തിമമായ മോക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്ന പുരോഗതിയുടെ ഒരു വഴിയാണ് ഇതിലുള്ളത് എന്ന് മാരാർക്കും രണ്ടറ്റങ്ങളിൽ ജീവിച്ചിട്ടും തോന്നുന്നത്. അങ്ങനെ ജീവിതത്തിൻ്റെയും അവബോധത്തിൻ്റെയും രണ്ടറ്റങ്ങളിലുള്ള മനുഷ്യരെയും ഒരൊറ്റ ബിന്ദുവിൽ കൊണ്ടുവന്ന് നിർത്താൻ മാരാർ ഈ നോവലിന് കഴിയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ നോവലിൻ്റെ കാതലിൽ സ്നേഹം എന്ന് പറയുന്നത് നീതിയുടെ ഏറ്റവും തികവുറ്റ പ്രകാശന സ്ഥാനമായി എന്നതുകൊണ്ടാണ്. ഞാൻ വ്യക്തിപരമായി കരുതുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഏറ്റവും സമുന്നതമായ കലയും ഏറ്റവും സമുന്നതമായ രാഷ്ട്രീയവും സമുന്നതമായ ആത്മീയതയും സന്ധിക്കുന്ന ഒരു ബിന്ദു ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. അത് നീതി എന്ന ആശയം. നീതിയിലാണ്. എന്താണ് നീതി? കൺസേൺ ഫോർ ദ അതർ, അപരോന്മുഖ പ്രിയം, അപരപ്രിയം അതൻ പ്രിയം, സ്വകീയ പ്രിയം അപരപ്രിയം എന്ന ആശയം. ആ സ്വകീയ പ്രിയത്വത്തെ അപരപ്രിയം തന്നെയാക്കി മാറ്റുന്ന അപരോന്മുഖതയുടെ ഒരു വൻ പ്രകാശം വാസ്തവത്തിൽ ഈ കൃതിയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഓൾവേസ് ലവ് ഈച്ച് അതർ എന്ന് അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ കൃതി ഇങ്ങനെ 19-ാം നൂറ്റാണ്ടിൻ്റെ യൂറോപ്യൻ സാമൂഹ്യ ജീവിതത്തെ ഒരു നിലയ്ക്കും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ തട്ടുതിരിഞ്ഞ് ജാതിബന്ധങ്ങൾ കൊണ്ട് വേർതിരിഞ്ഞ് ചൂഷണത്തിനും ദാരിദ്ര്യത്തിനും കൊടിയ പട്ടിണിക്കും നടുവിൽ കഴിയുന്ന ഒരു കൂട്ടം മനുഷ്യർക്ക് വിമോചനത്തിൻ്റെ വലിയൊരു വാങ്മയമായി അവരുടെ മുമ്പിലേക്ക് പാവങ്ങൾ എന്ന വിവർത്തനം വന്നു വീണു. ആ വിവർത്തനത്തെ ഏറ്റുവാങ്ങാൻ പാകത്തിന്, സമ്പൂർണമായി ഏറ്റുവാങ്ങാൻ പാകത്തിന് ബൃഹത്തായ നോവലുകളുടെ ഒരു വലിയ പാരമ്പര്യം അന്ന് മലയാളത്തിലില്ലായിരുന്നു. ചെറിയ ചെറിയ നോവലുകളാണ്. പോളിസിസ്റ്റം തിയറി എന്ന് പറയുന്ന വിവർത്തന സിദ്ധാന്തം പറയും, ഒരു ഭാഷയിൽ അത്യന്ത പേശീബലമുള്ള നോവലുകൾ ധാരാളം ഉണ്ടെങ്കിൽ വിവർത്തനങ്ങളെ ആ ഭാഷ സാമാന്യേന സ്വീകരിക്കില്ല. മറിച്ച് പേശീബലമുള്ള നോവലുകൾ, ഗ്രാൻഡ് നോവൽസ് കുറവാണെങ്കിൽ പുറമേ നിന്നുള്ള വലിയ നോവലുകൾ ആ ഭാഷയിൽ പെട്ടെന്ന് സ്വീകരിക്കപ്പെടും. പാവങ്ങൾ അങ്ങനെയും കൂടിയാണ് സ്വീകരിക്കപ്പെട്ടത്. മൂന്നാമത് അനുഭവപരമായൊരു കാര്യം കൂടിയുണ്ട്. എന്താണ് പാവങ്ങൾ ആവിഷ്കരിച്ച ജീവിതത്തിൻ്റെ പേര്? കേസരി ബാലകൃഷ്ണപിള്ള ഒറ്റ വാക്കിൽ പറയും, ഏഴ ജീവിതം. ഏറ്റവും കീഴ്ത്തട്ടിലുള്ള കേസരി ഉണ്ടാക്കിയ വാക്കാണ് ഏഴ ജീവിതം. ഏഴകൾ, ദരിദ്രർ, നിസ്സഹായർ, സമ്പൂർണമായി പരിത്യജിക്കപ്പെട്ടവർ, ഉപേക്ഷിക്കപ്പെട്ടവർ, പെറുക്കികൾ, അവരുടെ ജീവിതമാണ് വാസ്തവത്തിൽ പാവങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത്. 25-ൽ ആ നോവൽ വരുന്ന സമയത്ത് കേരളത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം കഴിഞ്ഞിരിക്കുന്നു. പതിയെ പതിയെ കർഷക പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെടാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വരുന്നു. 30കളിൽ ഈ നോവൽ മലയാളത്തിൽ പ്രവർത്തിക്കുന്നത് വാസ്തവത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ബോധ രൂപീകരണത്തോടൊപ്പമാണ്. രാഷ്ട്രീയ ബോധ രൂപീകരണം. അതുകൊണ്ട് കേരളത്തിലെ സോഷ്യലിസ്റ്റ് സെൻസിബിലിറ്റിയെ ഒരു അനുഭവ മൂല്യം എന്ന നിലയ്ക്ക് മനുഷ്യർ വായിച്ചെടുത്ത പുസ്തകം കൂടിയാണ് വാസ്തവത്തിൽ പാവങ്ങൾ എന്നത്. അത് ടെക്നിക്കലായ നോവൽ എന്ന നിലയിൽ മാത്രമല്ല, ആ കാലത്തിൻ്റെ അനുഭവത്തെ ആകമാനം സംഗ്രഹിച്ച ഒരു കൃതി എന്ന നിലയ്ക്ക് കൂടിയാണ്. ഒരു കാര്യം കൂടി അതോടൊപ്പം ഓർക്കണം, ആ നോവലിലെ ജീൻവാൽജീൻ്റെ പുറത്ത്, ആ ജീൻവാൽജീനിൽ പതിഞ്ഞു കിടക്കുന്ന, ആ ജീൻവാൽജീൻ്റെ നിഴല് പതിഞ്ഞു കിടക്കുന്ന ഒരു വലിയ മനുഷ്യൻ അന്ന് ഇന്ത്യയിലുണ്ടായിരുന്നു. അയാളുടെ പേരാണ് മഹാത്മാഗാന്ധി എന്നത്. ത്യാഗമെന്നതേ നേട്ടം, താഴ്മതാൻ അഭ്യുന്നതി എന്ന് വള്ളത്തോൾ വിശേഷിപ്പിക്കുന്ന മട്ടിലുള്ള പരിത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ, സത്യബോധത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു വലിയ പിതൃബിംബം പോലെ ഗാന്ധി ഇന്ത്യയിലുണ്ടായിരുന്നു, ജീൻവാൽജീൻ നോവലിലുണ്ട്. ഇങ്ങനെ സാമൂഹിക ഘടകങ്ങൾ കൊണ്ടും അനുഭവമൂല്യം കൊണ്ടും നോവലിൻ്റെ ചരിത്രം കൊണ്ടുമുള്ള സവിശേഷമായ ബന്ധങ്ങളുടെ ആകത്തുകയിലാണ് പാവങ്ങൾ നമ്മുടെ മലയാള ജീവിതത്തെയും സ്വാധീനിച്ചത്.